മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. അദ്ദേഹം അല്ലെന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റില്. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊക്കെ ഒരാൾക്ക് കോംപ്ലിമെന്റ് കിട്ടുക, എന്തിന് കോംപ്ലിമെന്റ് പോട്ടെ, ഒരു അഭിപ്രായം കിട്ടുന്ന പോലും വലിയ കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരാളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം അത് നമുക്ക് ആദ്യം കേൾക്കാം റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റില്. ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചത് അവന്റെ ഒരു പ്രായവും അവന്റെ ഒരു കാഴ്ചപ്പാടും വെച്ച് അത് ഉൾക്കൊണ്ട് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് പ്രധാനമായിട്ട് തോന്നി സ്വന്തം സ്ക്രിപ്റ്റാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ റിസപ്റ്റീവ് ആയിട്ടുള്ള ഡയറക്ടറാണ്. നമുക്ക് ഒട്ടും അൺകംഫർട്ടബിൾ ആവില്ല, പിടിവാശിക്കാരനല്ല, അങ്ങനെയൊന്നും കുഴപ്പമില്ല. പാവം പയ്യനാണ്. അച്ചോടാ, ഈ പാവം പയ്യനാണ് ഇന്നിപ്പോ ഇവിടെ സ്പോട്ട്ലൈറ്റിൽ എന്റെ തൊട്ട് മുന്നിൽ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാനുണ്ട്, ശാലിനി എന്റെ കൂടെ. എന്റെ പേര് നിതിൻ രഞ്ജി പണിക്കർ, ഞാൻ കസബയുടെ ഡയറക്ടറാണ്. ഒന്നും കഴിച്ചില്ലേ? എന്റെ പേര് നിതിൻ രഞ്ജി പണിക്കർ, ഞാൻ കസബയുടെ ഡയറക്ടറാണ്. നിതിൻ രഞ്ജി പണിക്കർ എന്ന് പറഞ്ഞാൽ മതി, ഇനിയിപ്പോ കസബയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞ ആവശ്യമൊന്നുമില്ല. നിതിൻ രഞ്ജി പണിക്കറാണ്. ഈ നിതിൻ രഞ്ജി പണിക്കരെ കുറിച്ച് ഇപ്പൊ വിക്കിപീഡിയയിൽ ഒരു പ്രൊഫൈല് തയ്യാറാക്കാൻ പറഞ്ഞാൽ എന്തൊക്കെ എഴുതും? അല്ല, അതൊക്കെ തന്നെ. രഞ്ജി പണിക്കറിന്റെ മകനായിരുന്നു, മകനാണ്. അവനിപ്പോ ഒരു സിനിമ ചെയ്ത് മമ്മൂട്ടി വെച്ചിട്ട്, കസബ എന്നാണ് സിനിമയുടെ പേര്. അത്ര തന്നെയുള്ള മാറ്റർ, അതിനപ്പുറത്തേക്ക് മാറ്റർ ഒന്നുമില്ല. എന്തൊരു വിനയോ. ഈ അടുത്ത കാലം വരെ നിതിൻ മാത്രം പറഞ്ഞാല് മലയാള സിനിമയിൽ അങ്ങനെ അധികം ആരും അറിയില്ല അല്ലെ? അച്ഛന്റെ പേരും കൂടി കൂട്ടി പറയണമായിരുന്നു അല്ലെ? ഇപ്പോഴും എനിക്ക് അച്ഛന്റെ പേര് കൂട്ടി പറഞ്ഞാൽ അധികം ആൾക്കാർ അറിയുള്ളൂ. എന്നാലും നിതിൻ എന്ന് പറയുമ്പോ തന്നെ ഉടനെ ചോദിക്കുമല്ലോ, നമ്മുടെ രഞ്ജി പണിക്കരുടെ മോൻ. അങ്ങനെ ചോദിക്കുന്ന എത്ര പേരുണ്ട് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ചോദിക്കാൻ മാത്രത്തിൽ നമ്മൾ പോപ്പുലർ ഒന്നായിട്ട്. നിതിൻ രഞ്ജി പണിക്കർ എന്ന് പറഞ്ഞാലല്ലേ കസബ ചെയ്ത ആളെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അച്ഛന്റെ പേര് കൂടെ ഇരിക്കുന്ന ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതിന് ഒരു ബലമാണ്. കാരണം ഒരു ആർട്ടിസ്റ്റിനെ കാണാനോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ മീറ്റ് ചെയ്യാനോ നമുക്ക് ആ ഒരു പേര് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ചെന്ന് പരിചയപ്പെടുമ്പോ നമസ്കാരം, ഞാൻ നിതിൻ രഞ്ജി പണിക്കർ എന്നേ പറയുള്ളൂ. അങ്ങനല്ല, ഞാൻ രഞ്ജി പണിക്കറിന്റെ മകനാണ്, നിതിൻ എന്നാണ് പേര്. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുത്താറുള്ളത് ഇതുവരെ. ഇനിയിപ്പം കസബ ചെയ്തോ, ഇത് അങ്ങനെ പടം ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡയറക്ടർ ഞാനെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം. ഇത്ര നാൾ അങ്ങനെയൊക്കെ തന്നെ പരിചയപ്പെടുത്തിട്ടുള്ളൂ. എന്താ ചോദിക്കട്ടെ, ഈ 2016 ജൂലൈക്ക് മുന്നേ ഉള്ള നിതിനും അതിനുശേഷമുള്ള നിതിനും ഒന്ന് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? അല്ല, അതിന് മുന്നേ അതിന് ശേഷമൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. കാഴ്ചയിലല്ല ഞാൻ പറഞ്ഞത്. കാഴ്ചയിൽ തീരെ എന്ത് വ്യത്യാസം? ഒരു ദിവസം കൊണ്ട് ആർക്കും ഒരു വ്യത്യാസം ഉണ്ടാകാൻ പറ്റില്ല. മൊത്തത്തിൽ നമ്മളെ കുറിച്ചുള്ള ഒരു പോപ്പുലാരിറ്റി, ഒരു ഫെയിം എല്ലാം വെച്ചിട്ട് എന്നെ ആദ്യമായിട്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത് പടത്തിന്റെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞ്, എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് അവിടുന്ന് 6-ാം തീയതിയാണ്, ജൂലൈ 6-നാണ് ഞാൻ വൈകിട്ട് എറണാകുളത്ത് വരുന്നത്. അപ്പൊ മെഡ്രാസ് എയർപോർട്ടിൽ അവിടെ ക്യൂ നിൽക്കുമ്പോൾ അവിടെ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിരുന്ന ഒരു കുട്ടി വന്ന് എവിടെ പടം കാണുന്നതൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് ഒരാൾ എന്നെ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. മെഡ്രാസ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സന്തോഷമാണ്. പിന്നെ നമ്മൾ ഐഡന്റിഫൈ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ നിൽക്കുന്നതിന്റെ ഒരു കിക്ക് എന്ന് പറയുന്ന ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും സന്തോഷമാണ്. ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷം. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികൾ പറഞ്ഞാലാണ് കൂടുതൽ സന്തോഷം. കാരണം ആൺകുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി ഒരു മടി കാണിക്കും. അവനെന്തോന്ന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് പറയും. പെൺകുട്ടികൾ പിന്നെയും ഒന്ന് പരിചയപ്പെടുമായിരിക്കും. അതുകൊണ്ട് പെൺകുട്ടികളും ആൺകുട്ടി രണ്ടു പറഞ്ഞാലും ഓക്കെയാണ്. റിലാക്സ്ഡ് ആണോ? അത്യാവശ്യം റിലാക്സ്ഡ് ആണ്. ഒരു റിലീഫാണ്. റിലാക്സേഷൻ അപ്പുറത്തേക്ക് ഒരു റിലീഫാണ്. എന്തെന്ന് പടം ഇറങ്ങി അതിന്റെ ഒരു ഭാരമുണ്ട്, ഒരു ടെൻഷനും അതിന്റെ ഒരു പ്രഷറും, അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് ഉണ്ട്. ഇപ്പോൾ വെയിറ്റ് ഒക്കെ കൂടിയോ അതോ കുറഞ്ഞോ? പടമായിട്ട് ബന്ധപ്പെട്ട് വെയിറ്റ് കൂടുതലോ കുറവുകളൊന്നുമില്ല. പടം ഷൂട്ടിങ്ങിന്റെ സമയത്ത് കുറച്ച് വെയിറ്റ് കൂടിയിരുന്നു. നമ്മൾ സാധാരണ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരു 6 മാസമായിട്ട് അതൊക്കെ പോക്കാണ്. പിന്നെ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പൊ വെയിറ്റ് കൂടിയിട്ടൊക്കെ ഉണ്ട്. എത്ര വർഷം മുന്നേ ഈ കഥയുടെ ഒരു തോട്ട് വന്നിട്ട്? 4-5 years ബാക്ക് നമ്മളൊരു വൺ ലൈൻ, എന്റെ ഒരു ക്യാരക്ടറിന്റെ പേര് പോലും ആയിട്ടില്ല, ഒരു പോലീസ് ഓഫീസർ ഇങ്ങനത്തെ ഒരു റോൾ ചെയ്യുന്ന ഒരു ഫീമെയിൽ ലീഡ്, ഒരു വില്ലൻ എന്ന് പറയുന്ന ഒരു സാധനം, ഈ ഒരു 3 പേരുടെ ഒരു കെമിസ്ട്രി, അതിന്റെ ഒരു ട്രയാങ്കിൾ പരിപാടി ഉണ്ടായിരുന്നു. അത് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ അടുത്താണ്. ഒരു 1.5-2 വർഷമായിട്ടാണ് എന്റെ സ്ക്രിപ്റ്റിംഗിലേക്ക് കിടക്കുന്നത്. എന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആകുന്നു. എന്നെ ഈ സിനിമയിൽ എനിക്ക് ആദ്യത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വരലക്ഷ്മിയും സമ്പത്തും ചെയ്യുന്ന ആ കഥാപാത്രങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്റെ ആദ്യത്തെ. അവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. പിന്നീടാണ് അതിന് ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യമായിട്ടുണ്ടായ ക്യാരക്ടർ ഏതായിരുന്നു ഈ സിനിമയിൽ? ആദ്യമായിട്ടുണ്ടായത് വരലക്ഷ്മിയുടെ ക്യാരക്ടർ. വരലക്ഷ്മി എന്നാണോ ബാക്കിയുള്ളവർ? വരലക്ഷ്മി അല്ല, കമല എന്ന് പറയുന്ന വരലക്ഷ്മി ചെയ്ത ക്യാരക്ടർ. എത്ര സ്ക്രിപ്റ്റ് എഴുതി? ഞാനൊരു 4 ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ട്. കസബയുടെ ഒരു ബേസിക് സിനിമയുടെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ടാണ് മമ്മൂക്ക അപ്രോച്ച് ചെയ്യുന്നത്. മമ്മൂക്ക ഓക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ മമ്മൂക്കയുടെ ഒരു സ്റ്റാർഡമും മമ്മൂക്കയുടെ ഒരു ആക്ടിങ് എബിലിറ്റീസും ഒക്കെ നമ്മൾ കണ്ട് പരിചയമുള്ള കാര്യങ്ങൾ. അപ്പൊ അതനുസരിച്ച് ഒരു മമ്മൂട്ടി പടം ചെയ്യുമ്പോൾ അതിന് നമ്മൾ ബെഞ്ച് മാർക്കുകളോ അല്ലെങ്കിൽ ചില സ്റ്റാൻഡർഡൈസേഷൻസ് ഉണ്ട്. അപ്പൊ അതിനുള്ള കറക്ഷൻസ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. മമ്മൂക്ക സജഷൻസ് അതെ, മമ്മൂക്ക സജഷൻസ് ഒരുപാട് പറയില്ല. നമ്മൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വരുമ്പോൾ അത് ചിലപ്പം മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർഡമോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു ആക്ടറിന്റെ എബിലിറ്റിയോ ഒക്കെ തീർത്തും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരിക്കും. നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ അത്തരം കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ആദ്യം കാണിച്ച് അച്ഛൻ എന്തൊക്കെ സജഷൻസ് പറഞ്ഞു? അച്ഛൻ്റെതായിട്ടുള്ള കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു. ഇങ്ങനെ നെടുനീളം ഡയലോഗ് ഇല്ലാത്തതൊന്നും പറഞ്ഞൊന്നുമില്ലേ? ഇല്ല, അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു ഡയലോഗ് എഴുതണമെന്നൊന്നും അച്ഛൻ നമ്മുടെ സിനിമ ചെയ്യാന്നുള്ളേ ഉള്ളൂ. പിന്നെ എനിക്ക് അച്ഛൻ എഴുതുന്ന പോലെ എഴുതാൻ പറ്റില്ല, എന്നെ കൊണ്ട് കൂട്ടിയേ കൂടില്ലത്. അപ്പൊ നമ്മുടെ ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് മാറി നിൽക്കുക എന്നൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു കഥ നടക്കുന്ന ഒരു ടെറൈൻ അച്ഛനെ സംബന്ധിച്ചോളം അത് അച്ഛന്റെ സിനിമകളിൽ ഇല്ലാത്തൊരു ടെറൈനാണ്. ഇതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പും ഇതിന്റെ ഒരു സെറ്റിങ്ങും. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ അച്ഛനുണ്ടായിരുന്നു. പിന്നെ ചിലയിടങ്ങളിൽ ചില ഡയലോഗ്സ് അച്ഛന്റെ ഡയലോഗുമായിട്ട് സാമ്യം തോന്നുന്നിടത്ത് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ്. പിന്നെ ഇതൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്, അതെങ്ങനെ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുമെന്നും പറഞ്ഞിരുന്നു. അത്രേ ഉള്ളൂ. അല്ല അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ പറയാറില്ല. നിതിന് സ്വയം റേറ്റ് ചെയ്യാൻ പറഞ്ഞാല് സ്ക്രിപ്റ്റ് റൈറ്ററിനായിരിക്കോ അതോ ഡയറക്ടർക്കായിരിക്കോ കൂടുതൽ മാർക്ക് കൊടുക്കുക, ഡിസ്റ്റിങ്ഷൻ കൊടുക്കുക? ഡിസ്റ്റിങ്ഷൻ രണ്ടുപേർക്കൊന്നും കൊടുക്കുന്നില്ല. ഞാനിപ്പോ എനിക്ക് എന്നിലും മാർക്ക് ഇടുക എന്ന് പറഞ്ഞാൽ
ബോർ പരിപാടിയാണ്. പക്ഷെ എനിക്ക് ഒരു റൈറ്റിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. മേക്കിംഗ് ഇഷ്ടമാണ്, പക്ഷെ അതിലും എനിക്കിഷ്ടം റൈറ്റിംഗ് ആണ്. ഏതാ പണി? അധ്വാനം കൂടുതൽ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം റൈറ്റിംഗ് ആണ്. കാരണം ഡയറക്ട് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റിൽ എത്തുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എഴുതുമ്പോൾ ഇതാരുമില്ല. എഴുതുമ്പോൾ നമ്മളൊരു മുറിക്കകത്ത് അടച്ചിട്ട് ഒരു 3 മാസം എവിടെയെങ്കിലും മാറി എഴുതുമ്പോൾ ഒരു ബ്ലാങ്ക് പേപ്പർ ഒരു പേനയെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനകത്തൊരു ആഗണിയുണ്ട്, എഴുത്തിന്റെ ഒരു ആഗണി. ഇപ്പൊ ഞാൻ ഭീകരമായിട്ട് എഴുതി അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുകയല്ല, പക്ഷേ എന്റെ ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ട് എന്നെ സംബന്ധിച്ചുള്ള എഴുത്താണ് ശ്രമകരം കുറച്ചുകൂടെ. നിതിന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ പ്രണയം ഉണ്ടാവുന്നത്. ആദ്യത്തെ പ്രണയം എന്നൊക്കെ അയ്യോ ബ്ലഷ് ചെയ്യണ്ട, ഞാൻ ക്യാമറയോടുള്ള പ്രണയം പറഞ്ഞത്. ക്യാമറയോടുള്ള പ്രണയം എന്തിനാണ് ഈ കുട്ടി എന്നെ തെറ്റിദ്ധരിക്കണേ? അല്ല, പ്രണയം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ബ്ലഷ് ചെയ്തു പോയി. 10 കഴിഞ്ഞപ്പോഴാണ് ഒരു ഫിലിമിനോടുള്ള ഒരു ഇൻഫാക്ച്വേഷൻ ഉണ്ടാവും. അതിന്റെ ഒരു ഗ്ലാമർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 10 കഴിഞ്ഞൊരു വെക്കേഷനിലാണ്. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പ്രജയുടെ സെറ്റില് പോണത് അല്ലേ? അപ്പൊ ആദ്യത്തെ ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസം കഴിഞ്ഞു, 3, 4 എത്രാമത്തെ ദിവസം ക്യാമറയോട് പ്രണയം തോന്നിയത്? അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഷൂട്ടിങ്ങിന് ഒരു പ്രോപ്പർ ഒരു ഗ്രാമർ പോലും മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മൾ അന്ന് വെക്കേഷൻ ആയിരുന്നുകൊണ്ട് എറണാകുളത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അച്ഛൻ്റെ പടങ്ങളുടെ ഷൂട്ട് നടക്കുമ്പോൾ അങ്ങനെ സ്ഥിരം ഫോട്ടോ വെച്ച് ലൊക്കേഷനിൽ പോകുമായിരുന്നു. ഒരാഴ്ച സ്ഥിരം പോകുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെയാണ് നമ്മളെ ആദ്യം അട്രാക്ട് ചെയ്തത്. അന്ന് നമ്മൾ സിനിമ ചെയ്യുമെന്നൊന്നും അറിയില്ല. പക്ഷെ അപ്പോഴാണ് സിനിമയുടെ എനിക്ക് അത്ര നാളെ നാഷണൽ ഡിഫൻസ് അക്കാദമി പോകണമെന്നായിരുന്നു. അതിനൊരു ബ്രേക്ക് വന്നത് സിനിമയുടെ ഒരു പരിപാടി കണ്ടപ്പോഴാണ്. അല്ലെങ്കിൽ പട്ടാളക്കാരനായിരുന്നല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ പട്ടാളക്കാരനായിരുന്നു. ആരോടാ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് ക്യാമറയോട് കേട്ടോ? തെറ്റിദ്ധരിക്കല്ലേ? ആ ഒരു ഇഷ്ടമുണ്ടെന്ന് ആരോട് ആദ്യം പറഞ്ഞു? അച്ഛനോട് തന്നെ പറഞ്ഞു. ഞാൻ ഒരു +2 കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് ഭരചന്ദ്രൻ ഷൂട്ട് നടക്കുന്നത്. അച്ഛന്റെ ഫസ്റ്റ് പടം, അച്ഛന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ പടം. അപ്പൊ അങ്ങനെ അതിനകത്ത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. എങ്ങനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ജോലി? ഇപ്പോൾ ഒരു ഡയറക്ടറിന്റെ കീഴിൽ ഇപ്പോൾ കോസ്റ്റ്യൂമിന് ഒരു അസിസ്റ്റന്റ് കാണും, ആർട്ട് നോക്കുന്ന ആൾ കാണും, ആർട്ടിസ്റ്റിന്റെ അടുത്ത് സംസാരിക്കുന്ന ആൾ കാണും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റായിട്ട് തിരിച്ചു കൊടുത്തിരിക്കുക. അതെനിക്കറിയാം. ഞാൻ അച്ഛന്റെ അസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൂലിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? കൂലി കിട്ടിയിട്ടുണ്ട്. എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 5000 രൂപ കിട്ടിയിട്ടുണ്ട്. എത്ര നാള് പണിയെടുത്തിട്ട്? അതൊരു 45 ഡേയ്സ് ഉണ്ടായിരുന്നു ഷൂട്ട്. അച്ഛൻ എന്തൊക്കെ ജോലി ചെയ്യിപ്പിക്കായിരുന്നു? മീനവിയലൊക്കെ ഉണ്ടാക്കിക്കായിരുന്നു? അല്ല, അച്ഛനായിട്ട് അങ്ങനെ ഞാൻ അസോസിയേറ്റ് ആയിട്ടായിരുന്നു കൂടുതലും. അവരായിരുന്നു നമുക്ക്. അച്ഛൻ അങ്ങനെ ഡയറക്റ്റ്ലി നമ്മുടെ അടുത്തൊന്നും പോയി. നമ്മൾ അവിടെ ഒരു തീർത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അങ്ങനെ അച്ഛന്റെ മകൻ എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ ഒന്നും അവിടെ സെറ്റിൽ ഇല്ലായിരുന്നു. തീരെ ആലോമണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കില്ലായിരുന്നു? ഒന്നുമില്ലായിരുന്നു. എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട്? ഞാൻ ആദ്യത്തെ പടത്തില് ഞാൻ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി നോക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഒരു സീൻ കഴിഞ്ഞിട്ട് അതേ സീനിൽ നെയിൽ പോളിഷ് ഇട്ട് തന്നെയാണോ നായിക വരുന്നത് എന്നൊക്കെ നോക്കണം അല്ലേ? മറ്റേ ഒരു ഷോട്ടിൽ സാരി ഇങ്ങനെ, ആ ഷോട്ടിൽ സാരി മാറുമോ, തലയിൽ കെട്ടിയിരിക്കുന്ന മാറുമോ, ഹെയർ മാറുമോ, അങ്ങനെയൊക്കെ നോക്കുക. ആക്ഷൻ കണ്ടിന്യൂറ്റി നോക്കുമായിരുന്നു. ആണോ? ഭരചന്ദ്രൻ IPS ഒന്നുകൂടി കാണണം. കിട്ടും. ആ പടത്തിൽ തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? പിന്നെ തെറ്റുകളൊക്കെ നമ്മൾ ഒന്നാമത് ഷൂട്ടിന്റെ സമയത്ത് ഒരു പെട്ടെന്ന് പറയാൻ നിൽക്കുന്ന സമയം എല്ലാവരും ചാടി അപ്പൊ അതിനകത്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. നമ്മൾ തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാകുമ്പോൾ തീർച്ചയായിട്ടും മിസ്റ്റേക്സ് ഉണ്ടാവും. എന്തൊക്കെ തെറ്റാ വരുത്തിയിരിക്കുന്നത്? അതൊക്കെ എങ്ങനെ ഇപ്പൊ ഓർത്തെടുക്കുന്നത്? ചീത്തവിളിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? ചീത്തവിളിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും മുന്നിൽ വെച്ചിട്ട് വിളിക്കോ? വിളിക്കും. അത് അച്ഛൻ അധികം വിളിക്കില്ലായിരുന്നു. അച്ഛന്റെ കൂടെ 2 പടം ഞാൻ വർക്ക് ചെയ്തില്ല. ഞാൻ പിന്നെ വർക്ക് ചെയ്യുന്ന ഷാജി കൈലാസിന്റെ കൂടെ. അപ്പൊ ഷാജി മാമൻ നന്നായിട്ട് ചീത്ത വിളിക്കായിരുന്നു. പുള്ളി നല്ല ചീത്ത വിളിച്ചിട്ടുണ്ട്. കരഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നല്ല ചീത്ത വിളി വിളിക്കായിരുന്നു. എന്താ വിളിക്കുക? ഒന്നും പറയാൻ പറ്റില്ല. മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയാൻ മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ അസിസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി നല്ലത് അച്ഛനാണോ അതോ ഈ ഷാജി മാമനാണോ? എനിക്ക് അച്ഛനെ പോലെയാണ് ഷാജി മാമനും. എന്റെ മനസ്സിൽ ആദ്യം ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞൊരു ഇമേജ് ഷാജി കൈലാസ് ആയിരുന്നു. അപ്പൊ എനിക്കൊരു വേർഷിപ്പ് ആയിരുന്നു. കുട്ടിക്കാലം തൊട്ട് എനിക്ക് അന്ന് ഷാജി മാമൻ പുതിയ വണ്ടികൾ ഉപയോഗിക്കും, വലിയ പെർഫ്യൂംസ്, സിഗരറ്റ്, അതൊക്കെ എനിക്ക് അന്ന് കുട്ടിക്കാലത്ത് എനിക്ക് അതൊക്കെ ഒരു വലിയ മേജർ അട്രാക്ഷൻസ് ആയിരുന്നു. അപ്പൊ എന്റെ മനസ്സിലൊരു സ്റ്റാർ ആയിരുന്നു ഷാജി കൈലാസ് എന്ന് പറയുന്ന ആൾ. അച്ഛൻ ഉണ്ട്, എന്നാലും ഞാൻ കൂടുതൽ മിങ്കിൾ ചെയ്തിട്ടുള്ള ഷാജിമാന്റെ കൂടെയാണ്, പുറത്തു പോകുന്നതും ഒക്കെ. അപ്പം ഷാജിമാന്റെ കൂടെ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ്, എനിക്ക് അച്ഛനോടുള്ള അതേ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് ഷാജി കൈലാസിനോടുള്ളത്. അതൊക്കെ സംഭവിച്ചു. എന്നാലും കൂടെ വർക്ക് ചെയ്യാൻ നല്ലതാരാ? നമ്മുടെ നിലനിൽപ്പും കൂടി നോക്കണം. നമ്മുടെ നിലനിൽപ്പല്ല, നമുക്ക് ഈ ചീത്തവിടി ഇതെല്ലാം ഘടകങ്ങളാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി വിജിലന്റ് ആകുന്ന ഷാജി കൈലാസിനോട് വർക്ക് ചെയ്യുമ്പോൾ. അച്ഛനാകുമ്പോൾ ചിലപ്പം ഷാജിമാൻ വിളിക്കുന്ന അത്രയും ചീത്ത വിളിച്ചൊന്നും വരില്ല. ഷാജിമാൻ ചീത്ത വിളിക്കുക, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇച്ചിരി വിജിലന്റ് ആവും. പേടി അച്ഛനെ മാത്രമേ ഉള്ളൂ, വേറെ ആരും പേടിയില്ല. പേടിയില്ല, ഷാജിമാനെ ബഹുമാനമാണുള്ളത്. അച്ഛനെ മാത്രമേ ഉള്ളൂ ലോകത്തിൽ പേടി. അത് അച്ഛൻ എന്നെ ജീവിതത്തിൽ ഒന്ന് തല്ലിയിട്ട് പോലും ഇല്ല, പക്ഷെങ്കിൽ അച്ഛനെ പേടിയാണ്. 28 വയസ്സിലോ? അതെ, അതിനിപ്പോ ഞാൻ മരിക്കുന്ന വരെ അച്ഛനെ പേടിയായിരിക്കും. സാധാരണ നമ്മുടെ സാമൂഹിക ചുറ്റുപാടില് ആൺകുട്ടികളാണെങ്കിൽ ഒരു 23-25 വയസ്സാകുമ്പോഴേക്കും ഒക്കെ കരിയറിൽ ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയൊക്കെ വേണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു രീതി. നിതിന് എത്ര വയസ്സുണ്ട്? 28 വയസ്സിലാണ് അപ്പൊ ഒരു സംവിധായകനായിട്ട് പേരെടുത്തത്. അപ്പൊ ഈ ഒരു ചോദ്യവും പറച്ചിലും ഒക്കെ ആരുടെ എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ? ഞാൻ എന്റെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഹയർ സ്റ്റഡീസ് ഇൻ ലണ്ടനിലായിരുന്നു MBA ചെയ്തു. അവിടെ നിന്ന് തിരിച്ചു വരുന്നത് 2010-ലാണ്. അപ്പം എനിക്കൊരു 6 വയസ്സ് 22 വയസ്സ്. ആ 22 വയസ്സോട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. എനിക്ക് അങ്ങനെ വരുമാനം ഉണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം വീട്ടിൽ കാശ് ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഫിനാൻഷ്യലി ഞാൻ ഒരു 22 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു ഇൻഡിപെൻഡന്റ് ആണ്. കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴേ, പ്രത്യേകിച്ച് റിലേറ്റീവ്സിന്റെ ഒക്കെ കല്യാണത്തിന് പോകുന്ന സമയത്ത് എന്താ ചെയ്യണേ, മോൻ എന്താ ചെയ്യണേ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഞാൻ റിലേറ്റീവ്സിന്റെ നല്ല പൊതുവിൽ കല്യാണങ്ങൾക്ക് പോകാറില്ല. എന്നാലും റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, എന്താ ചെയ്യുന്നത്, എന്താ കുറെ നാളല്ല സിനിമ, നീ MBA കഴിഞ്ഞിട്ട് എന്താണ് ചുമ്മാ സിനിമ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ പക്ഷെ നിന്റെ ഒരു പാർട്ട് ഓഫ് ദ ഗെയിമാണ്. തളർന്നിട്ടില്ല? ഇല്ല, അങ്ങനെ തളരാ. കാരണം അവർക്കറിയില്ല സിനിമയിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മാർഗം ഉണ്ടാക്കണമെങ്കിൽ എത്ര
എത്ര പാടാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു മാർക്ക് ഉണ്ടായാൽ അതിന്റെ ഒരു ഗ്ലോറി എന്താണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ അതിനുവേണ്ടി നമ്മൾ സൈലന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യം നമുക്കില്ല. എന്നാലും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതിന്റെ കാര്യമില്ല. കാരണം പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ ഒന്നിൽ അച്ഛനായിരിക്കണം, അല്ല അമ്മയായിരിക്കണം. വേറെ ആരെങ്കിലും ബോധിപ്പിക്കേണ്ട ആവശ്യം കുട്ടിക്കാലം തൊട്ട് നമ്മൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. എങ്ങനെ ഡയലോഗ് അടിക്കോ? ആര്? ഞാൻ അടിക്കുന്ന ഡയലോഗ് അത്യാവശ്യം അടിക്കും. ആ ഡയലോഗാണ് പടത്തിലുള്ളത്. ചോദിച്ചതേ ഉള്ളൂ. ഇത്ര നേരം ഒരു ഡയലോഗ് ഒന്നും വരുന്നില്ല. വളരെ കാര്യമായിട്ട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ശാലിനി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അല്ല, ചോദ്യങ്ങൾ അങ്ങനെയല്ലേ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഉത്തരം പറയണ്ടേ. ഓഹോ, അപ്പൊ ഡയലോഗ് അടിക്കാനൊക്കെ അറിയാം. പിന്നെ ശരി, നോക്കട്ടെ. ഗേൾഫ്രണ്ട് ഉണ്ടോ? അതൊന്നും പറഞ്ഞൂടാ. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ട്. ശരി, ഗേൾഫ്രണ്ട് സിനിമയൊക്കെ കണ്ടോ? എന്താണ് സിനിമയൊക്കെ കണ്ടോ? സിനിമ കാണുന്ന ആൾക്കാരല്ലേ, എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരല്ലേ. കസവ കണ്ടോന്നല്ലേ കണ്ടോ? എന്നിട്ട് എന്താ അഭിപ്രായം പറഞ്ഞു? എന്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചേട്ടൻ സൂപ്പറാന്ന് പറഞ്ഞോ? ചേട്ടാന്ന് വിളിക്കുന്ന ആൾക്കാരല്ലോ നമ്മളൊന്നും. ഓ, എന്നാ ശരി. നിതിൻ സൂപ്പറാന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, അത്ര തന്നെ. ശരി. പബ്ലിക്കിന്റെ കണ്ണില് സെലിബ്രിറ്റീസ് എപ്പോഴും അവരുടെ സ്വന്തമാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും, നല്ലത് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യും. നിതിൻ രഞ്ജി പണിക്കർ അത്തരത്തിലുള്ള ഒരു സെലിബ്രിറ്റി ആയി തുടങ്ങിയില്ലേ? നാട്ടുകാരുടെ അടുത്ത് ചോദ്യമൊക്കെ കിട്ടി തുടങ്ങിയോ? ചോദ്യോത്തരമൊക്കെ ചോദ്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. കുറച്ചു പേർക്ക് ഫോൺ നമ്പർ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർ ചിലർ വിളിച്ചു ചോദിക്കും, ചിലര് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യും. അങ്ങനെ എല്ലാത്തിനും കുത്തിരുന്ന് റിപ്ലൈ ആക്കിയോ? പെട്ടെന്ന് കാണുമ്പോൾ നമ്മളപ്പോ ഫ്രീ ആണെങ്കിൽ നമ്മൾ റിപ്ലൈ ചെയ്യും. ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ മറന്നു പോകും. റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ചീത്തവിളി ഉണ്ടോ? അതിന് വേറെ അല്ല, റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ചീത്തവിളി ഉണ്ടെന്ന് പറയും. പിന്നെ ആ മെസ്സേജ് തുറന്നു നോക്കണ്ടേ. അപ്പൊ നോക്കാറില്ല. ചിലത് നോക്കുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട്. അവർ ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ പിന്നെ ഞാനൊന്നും പറയില്ല. എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യും. അപ്രിസിയേഷൻ ആണോ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? അപ്രിസിയേഷൻ ആണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. സാധാരണ ആൾക്കാർ 90% ആൾക്കാരും വളരെ നല്ലതും ഒരു 10% ആൾക്കാർ വളരെ മോശവും പറയാറുണ്ട്. ഞാൻ കണ്ടിട്ട് എനിക്ക് മോശമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനുണ്ടായിരുന്നു ഒരു തമിഴ് പടത്തിന്റെ ചെലവില്ലാതെ മലയാളം പടം കണ്ട പോലെ. ചോദിക്കട്ടെ, നമ്മൾ ഒരു സിനിമ എടുക്കുമ്പോൾ നമുക്കൊരു ഉദ്ദേശം ഉണ്ടല്ലോ. ഇന്ന ക്രൗഡാണ് നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ്, ഇന്ന സ്ഥലത്തായിരിക്കും കൈയ്യടി കിട്ടുന്നത്, ഇന്ന സ്ഥലത്തായിരിക്കും കൂവല് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കല്ലോ. അത് വിചാരിച്ച പോലെയൊക്കെ തന്നെയാണോ? അല്ല, ഇതിന്റെ ഒരു മെയിൻ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മമ്മൂക്കയുടെ ഫാൻസ് കാണണം എന്നൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഏജിൽ ഒരു 12 to 45 വരെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കാണാമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒരു ഫാമിലി ഓഡിയൻസ് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ എത്രത്തോളം ആൾക്കാർ ഒരു ഇൻഹിബിഷൻ കാരണം വരുമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ ഒരു 3 പേര് അയ്യോ ഫാമിലി കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 ഫാമിലി വരായിരിക്കും, ഒരു 6 പേരെ വരുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അത് കണ്ടാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഫാമിലിക്ക് കയറി കാണാൻ പറ്റുന്ന സിനിമയാണ്. കാരണം ഞാൻ എന്റെ അച്ഛനും അമ്മയും എന്റെ ടീച്ചേഴ്സും ഒക്കെ കാണുന്ന സിനിമയായിരിക്കും. ഞാൻ അങ്ങനെ സിനിമ ചെയ്യുള്ളൂ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങൾ ആ സിനിമയിലുള്ളൂ. അത് സാധാരണ സിനിമയിൽ വരാറില്ല. പക്ഷെ ഈ സിനിമയിൽ അത് വന്നിട്ടുണ്ട്. അത്ര തന്നെ. ഞാനത് സിനിമയിൽ കാണിച്ചു തന്നൊരു തെറ്റേ ചെയ്തുള്ളൂ. അത്രേ ഉള്ളൂ. ചോദിക്കട്ടെ, ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എങ്ങനെയാ മമ്മൂക്കിനെ കൺവിൻസ് ചെയ്തത്? കാരണം ഇപ്പൊ മമ്മൂക്കിക്ക് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ അദ്ദേഹത്തിന് വേറൊരു രീതിയിലാണല്ലോ പ്ലേസ് ചെയ്തിരിക്കുന്നത് മലയാള സിനിമയില്. സോ എങ്ങനെ കൺവിൻസ് ചെയ്ത്? കൺവിൻസിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഞാൻ കാണാൻ പോകുന്ന ഒരു 2014 ഒരു December 24th അപ്പൊ ഞാനന്ന് പോകുമ്പോൾ എന്റെ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്, ഫസ്റ്റ് ഡ്രാഫ്റ്റ്. അതുമായിട്ട് പോയിട്ട് നമുക്ക് എങ്ങനെയാണ് നീ പറയാൻ പോകുന്നത്? ഞാൻ നമുക്ക് എനിക്ക് ഫുള്ളായിട്ട് പറയുന്നതായിരിക്കും കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓരോ സീൻ ആയിട്ട് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ഇതിനകത്ത് എല്ലാ കുഴപ്പങ്ങളും മനസ്സിലാവും. ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് മനസ്സിലാവും. അങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ നറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ഒരുപാട് നാളിന് ശേഷം അങ്ങനത്തെ ഒന്ന് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും ഇതിനു മുമ്പ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ മഹത്തരായ സിനിമയെന്നല്ല, പക്ഷെ ക്യാരക്ടർ വൈസും അതിന്റെ സിറ്റുവേഷൻസും അതിലെ ബാക്കി പ്രോമിനന്റ് ക്യാരക്ടേഴ്സും അതിന്റെ ഒരു സെറ്റിംഗും ടെറൈനും ഒക്കെ അതിനൊരു താല്പര്യം തോന്നിയിട്ടായിരിക്കും നമുക്ക്. അതിനകത്തല്ലാതെ കൺവിൻസ് ചെയ്യാൻ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് പുതുമുഖ സംവിധായകർക്ക് ചാൻസ് കൊടുത്തിട്ടുള്ള ആളാണ് മമ്മൂക്ക. അപ്പൊ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചെന്ന് കാണുമ്പോൾ? അങ്ങനൊന്നും ചിന്തിച്ചില്ല. ഓഫ് കോഴ്സ് അത് നമുക്ക് ചിലപ്പോൾ ഉള്ളിൽ ഉണ്ടായിരിക്കാം. ഞാൻ പുതിയൊരാളായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യായിരിക്കും. പക്ഷെ പിന്നെ ഞാൻ രഞ്ജി പണിക്കരുടെ മോനാണല്ലോ. അതെനിക്ക് ഇപ്പൊ രഞ്ജി പണിക്കറിന്റെ മകനായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സിനിമ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിന് മുമ്പൊക്കെ സിനിമകൾ നടക്കാതെ പോയിട്ടുണ്ട്. പക്ഷെ രഞ്ജി പണിക്കറിന്റെ പേരുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ ഒരാൾക്ക് 1, 2, 3 മാസം വെയിറ്റ് ചെയ്തായിരിക്കും ഒരാളെ കാണാൻ, ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ അവസരം കിട്ടും, ആർട്ടിസ്റ്റോ ടെക്നീഷ്യനോ. പക്ഷെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ പടത്തിന് ശമ്പളം ചോദിക്കരുതെന്നാണ്. കാശൊക്കെ കിട്ടി. ആദ്യമായിട്ട് സംവിധായകനായിട്ട് കുപ്പായ കണിഞ്ഞല്ലേ? എന്നിട്ട് കിട്ടിയിട്ട് എന്താ ആദ്യം വാങ്ങിച്ചത്? ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ വലിയ ഷോപ്പിംഗ് ഫ്രീക്ക് ഒന്നും അല്ല. അയ്യോ, കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിരിക്കാം. കുറച്ചൊക്കെ ബാങ്കിലുണ്ട്. ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. കാശൊക്കെ ഇപ്പൊ കിട്ടുന്നത്. ഇപ്പൊ പണം തീർന്നല്ലേ ഉള്ളൂ. ശരി, ചോദിക്കട്ടെ, നിത്തിന്റെ ഫേവറേറ്റ് അന്നത്തിന്റെ കണ്ണില് ബെസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഷാജി കൈലാസൻ രഞ്ജി പണിക്കരാണോ അത് ജോഷി രഞ്ജി പണിക്കരാണോ? എനിക്ക് അങ്ങനെ പറയാൻ അറിഞ്ഞൂടെ. പക്ഷെ എനിക്ക് അച്ഛന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ലേലമാണ്. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, എനിക്ക് 2 പേര് ചെയ്ത സിനിമകൾ ഇഷ്ടമാണ്. പറ്റില്ല, ഒരെണ്ണേ പറ്റുള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോയി ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇങ്ങനെ പറയാം, അച്ഛൻ ആരോടെ ചെയ്താലും എനിക്ക് ഓക്കെ ആണെന്ന് പറയാം. പറ്റില്ല. ഓപ്ഷൻ തന്നെങ്കിൽ ഒരെണ്ണം പറയാം. എനിക്ക് 2 പേരും, ജോഷി സാറിന് ഇഷ്ടമാണ്, ഷാജിമാനും ഇഷ്ടമാണ്.
ഇഷ്ടമാണ്. ഇത് ഈ സ്റ്റുഡിയോയിൽ ഇരിക്കേണ്ട ഞാനൊരു പാർക്കിൽ പോയി ചോദിക്കുകയാണ് എന്നോട് സത്യം പറയില്ലേ? പാർക്കിൽ പോയിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? വേറെ എന്തൊക്കെ ചോദിക്കും? എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടമാണ്. ആ ചിരിയിലുണ്ട്, ഉള്ളിലൊരു കോമ്പിനേഷൻ ഉണ്ട്, പക്ഷെ അത് പറയൂലെന്ന്. ശരി, ഡിഫൈൻ വുമൻ ഒരു വാക്യത്തിൽ മതി. ദൈവത്തിന്റെ ഏറ്റവും നല്ല സൃഷ്ടി സ്ത്രീയാണ്. കോമ്പിനേഷൻസിന്റെ ആളാണല്ലോ നിങ്ങൾ അച്ഛനും മോനും. ഞാനിപ്പോ തുടങ്ങിയിട്ടില്ല, നമുക്ക് എന്ത് കോമ്പിനേഷൻ ഒന്നുമില്ല. ഇനിയിപ്പോ കിടക്കണല്ലേ ഉള്ളൂ. ആദ്യത്തെ പടത്തിൽ തന്നെ നിതിൻ രഞ്ജി പണിക്കർ ആൻഡ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രൊമോഷൻസ് ഒക്കെ പോയത്. ശരി, ഞാൻ ഈ പറയുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഏതാന്ന് പറയണം. വിക്രമൻ മുത്തു ആണോ, കുട്ടൂസിന്റെ ഡാഗിനിയാണോ, ജമ്പനും തുമ്പനും ആണോ, ബോബനും മോളിയാണോ, രാജരാധയാണോ? എനിക്ക് നമ്മുടെ രാജുവിൻ രാധ. സെക്കൻഡോ? കുട്ടൂസിന്റെ ഡാഗിനി. മലയാളത്തില് ഉശിരൻ ഡയലോഗ് പറഞ്ഞ രോമാഞ്ചം വരുന്നത് നിതിൻ കേട്ടാ. സുരേഷ് ഗോപിയാണോ, മമ്മൂട്ടിയാണോ, മോഹൻലാലാണോ? സുരേഷ് ഗോപി. മമ്മൂട്ടി, മോഹൻലാൽ. സുരേഷ് ഗോപി, അത് മതി, ഓവറാക്കണ്ട. അല്ല, സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ അതിനകത്ത് എനിക്കൊരു സ്വാർത്ഥതയുള്ളത്, എനിക്ക് അച്ഛന്റെ സിനിമകൾ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് കൂടുതലും അഭിനയിച്ചിട്ടുള്ള സുരേഷ് അങ്കിളാണ്. ഈ കസബയില് മമ്മൂക്ക പറയുന്നുണ്ട് പന്തയം വെക്കുമ്പോ കടുവയുടെ പുറത്ത് വെക്കരുതെന്ന്. നിതിൻ പന്തയം വെക്കുന്ന എന്തിന്റെ പുറത്താ? ഞാൻ പന്തയം വെക്കാറേ ഇല്ല. ബെറ്റിന് അവര് ജീവിതത്തിൽ വെച്ചിട്ടില്ല. ബെറ്റ് വെക്കും, പക്ഷെ ഞാൻ എപ്പോഴും തോക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ബെറ്റ് വെക്കാറില്ല. ഞാൻ ബെറ്റ് 1,000 രൂപ, അല്ലെ 1000 രൂപ, അല്ലെ 500 രൂപ, അങ്ങനെയൊക്കെ ബെറ്റ് വെക്കും. അല്ല വേറൊന്നും ബെറ്റ് വെക്കും. ഏറ്റവും വലിയ നഷ്ടം എത്ര രൂപയായിരുന്നു? ഞാനൊന്നും ബെറ്റ് തോറ്റാലും കൊടുക്കില്ല, അതാണ് കുഴപ്പം. നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. നിക്കാനറിയാം. ശരി, പോലീസ് യൂണിഫോം ഇട്ട ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള, ഏറ്റവും മാൻലി ആയിട്ടുള്ള നടന്മാര് ഒന്ന് റേറ്റ് ചെയ്തേ 1 to 5 മലയാള സിനിമയിൽ കേട്ടോ. നമ്പർ 1 മമ്മൂക്ക, നമ്പർ 2 സുരേഷ് അങ്കിൾ, 3 മോഹൻലാൽ, 4 അല്ല എനിക്ക് ഈ 3 പേരാണ് ഏറ്റവും ഇഷ്ടം. നമുക്ക് 5 എണ്ണം വേണം. എനിക്ക് 3 പേരാണ് ഇഷ്ടം. പറ്റില്ല, പറഞ്ഞിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ആദ്യത്തിന് ഉത്തരം പറയണം. ഏതാണ്? ജോഷിയാണോ? ജോഷിയ. ഇതിന് ഉത്തരം പറയാം. മമ്മൂക്ക, സുരേഷ് അങ്കിൾ, ലാൽ സാറ്. ഇത് കഴിഞ്ഞാല് ഇത്രേ ഉള്ളൂ. ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാം, എനിക്ക് പോലീസ് യൂണിഫോം നന്നായിട്ട് ഇണങ്ങുന്നു. ഇതിപ്പോ ഞാൻ പറഞ്ഞ വലിയ ബ്ലണ്ടർ ആയിട്ട് ചിലർക്ക് തോന്നാം, പക്ഷേ യൂണിഫോം ആർക്ക് ഇണങ്ങുന്നു എന്നതിനുള്ളതാണ് ഞാൻ ഉത്തരം പറയുന്നത്. ഒരു മെയിൻ സ്ട്രീം ഒരു ഹീറോ ആയിട്ട് നിൽക്കുന്നവരിൽ ഈ 3 പേരുമാണ് ഫസ്റ്റ്, സെക്കൻഡും തേർഡും തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് യൂണിഫോം നന്നായിട്ട് ഇണങ്ങുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരാള് ഇപ്പം ജീവിച്ചിരിപ്പില്ല, അസീസ് എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു. മൂപ്പർക്ക് നന്നായിട്ട് യൂണിഫോം ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിദ്ദിഖയ്ക്ക് നന്നായിട്ട് ചെയ്തെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ നായകന്മാരെന്ന് ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ. എനിക്ക് പക്ഷേ പെട്ടെന്ന് പോലീസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ 3 പേരാണ് മനസ്സിൽ വരുന്നത്. വേറെ ആരും വരില്ല. ഈ 3 പേരാണ് ഇതിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ റേറ്റ് 5 to 1 അല്ലെ 1 to 5 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന നല്ലതല്ലോ. പൊതുവിൽ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല. എനിക്ക് നല്ലതല്ലല്ലോ, ഞാൻ അടുത്ത പടമല്ലേ തുടങ്ങിയിട്ടുള്ളൂ. ശരി, വിട്ടു. ഞാൻ അച്ഛനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ, രഞ്ജി പണിക്കർ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ചോദിക്കണം എന്ന് വെച്ചിരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ആക്ച്വലി എന്റെ സംശയമാണ്. അച്ഛൻ എഴുതിയ പല പല ഡയലോഗുകളെ കുറിച്ച് ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടില് എങ്ങനെ സംസാരിക്കുക? എല്ലാരും സാധാരണ പോലെ നമ്മളൊക്കെ സംസാരിക്കണവരാണോ സംസാരിക്കുക? അത് അച്ഛൻ്റെ അമ്മയും മക്കളൊക്കെ തമ്മിൽ ഡയലോഗ് അടിയാണോ? ഇല്ല, എല്ലാവരും ഡയലോഗ് സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ള ഡയലോഗ്സ് അല്ലേ. സിനിമയ്ക്ക് ഇപ്പൊ നമ്മൾ വീട്ടിൽ സംസാരിച്ച് ചിലപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. അച്ഛൻ എവിടെ ഈ ഡയലോഗ് കിട്ടണേ? അച്ഛൻ അത് നാച്ചുറലായിട്ട് വരുന്നതാണ് ഡയലോഗ്സ്. പിന്നെ അത് എഴുതി അത് വൃത്തിയാക്കാനുള്ള സ്ട്രെയിൻ അച്ഛനുണ്ട്. ഒരു എണ്ണം എഴുതും, പിന്നെ അത് തിരുത്തും. അതിന്റെ ഏറ്റവും നല്ല ഫോമിൽ ആക്കാനുള്ള ഒരു സ്ട്രെയിൻ ഉണ്ട്. അത് എല്ലാ എഴുത്തുകാർക്കും ഉണ്ട്. വീട്ടിൽ എത്ര ഡിക്ഷണറി ഉണ്ട്? വീട്ടിൽ ഒരുപാട് ഡിക്ഷണറി ഉണ്ട്. ഏതൊക്കെ രാജ്യത്തുണ്ട്? അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഭയങ്കര നാച്ചുറലായിട്ട് ചിലപ്പോൾ വരണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇരിക്കണം. അതിന് വേണ്ടി ഇരുന്നാൽ ചിലപ്പോൾ നന്നാവും. ഇപ്പൊ എല്ലാ സീനിലും അങ്ങനെ ഇരിക്കണമെന്നില്ല. പക്ഷെ ചിലത് ഹിറ്റ് ചെയ്യണമെന്ന് ഉള്ള ഡയലോഗ്സ് നമ്മൾ ചിലപ്പോൾ നാച്ചുറലായിട്ട് ദൈവം കൊണ്ട് തരും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടി ഇരിക്കേണ്ടി വരും. അച്ഛൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അച്ഛനെ കിട്ടാൻ സ്ഥിതിക്ക് മോൻ വന്നിട്ടുണ്ടല്ലോ, മോനോട് ചോദിക്കാം. ഇതിന്റെ അർത്ഥം പറഞ്ഞു തരണേ. എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞു. ദേ പിടിച്ചോ ആദ്യത്തെ ഡയലോഗ്. പക്ഷെ അതിന്റെ പേരിൽ എന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചങ്ങ് കഴിവേറ്റി കളയാമെന്നാണ് ഭീഷണിയെങ്കിൽ either you shove it or show me your spine and take me to trial. Either you shove it or show me your spine and take me to trial. അർത്ഥം പറയൂ. either you shove it എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ കട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കട്ട് ചെയ്യാനുള്ളതാണോ? കട്ട് ചെയ്യേണ്ടി വരും. കാരണം അതിനകത്ത് ചെവിയിൽ പറഞ്ഞാൽ മതി. ഷവിറ്റ് എന്ന് വെച്ചാൽ പൂഴ്ത്തി വെക്കാന്ന് പറയാം. എവിടെ പൂഴ്ത്തി വെക്കാന്നുള്ളത് വേറെ വിഷയം. ആൻഡ് ഷോ മി യുവർ സ്പൈൻ എന്ന് വെച്ചാൽ നട്ടലുണ്ടെന്ന് കാണിക്കൂ. ശരി, അടുത്തത്. അതെടി, ഐ എം പ്രിജുഡിസ്ഡ്. എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. പക്ഷേ മെറ്റ്കാഫ് ഹൗസിൽ നിന്നും സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്യാർഡ്സും തീൻമേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
സത്യമായിട്ട് സ്മഗിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. സ്മഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പല രീതിയിൽ എടുക്കാം. ഒരു വിഡ്ഢി എന്നുള്ള രീതിയിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു മൂടാന്നുള്ള രീതിയിൽ എടുക്കുക, അങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. അങ്ങനത്തെ അതാണ് അതിന്റെ ഒരു മീനിങ്. അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മലയാളം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. ഇനി സ്നോബ് എന്ന് വെച്ചാലോ? സ്നോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു സ്നോബാണെന്ന് പറഞ്ഞാൽ നീ ചുമ്മാ ഓവറാക്കുക. അതായത് ഞാനൊരു ഡോണ്ട് ബിഹേവ് ലൈക്ക് എ സ്നോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ പറയാം അതാണോന്ന് അറിയോ? സ്നോബ് ഞാൻ ചിന്തിക്കുന്നത് കുറച്ചുകൂടി ഉയർന്ന തരത്തിലാണ്. സ്നോബ് എന്ന് പറയുന്ന ഒരു അപ്പർ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളാണ് എന്ന് സ്വയം വിചാരിക്കുന്ന അതിനെ അവരാണ് സ്നോബ് എന്ന് വിളിക്കുന്നത്. ഷീസ് എ സ്നോബ് എന്ന് വെച്ചാൽ അങ്ങനെ ധരിക്കുന്ന ഒരുത്തി, അല്ലെങ്കിൽ ഹീസ് എ സ്നോബ് എന്ന് വെച്ചാൽ അങ്ങനെ ധരിക്കുന്ന ഒരുത്തൻ എന്നുള്ളതാണ്. അവനൊരു ഹയർ ലെവലിൽ ഒരു ഹയർ പെഡസ്റ്റലാണ് അവൻ എന്ന് ധരിക്കുന്ന ഒരുത്തൻ. അച്ഛന്റെ പടങ്ങൾ കാണാൻ പോകുമ്പോ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണോ പോവാ? ഇല്ല, ഈ സിനിമയൊക്കെ കിങ് ഒക്കെ ഇറങ്ങുമ്പോൾ കിങ് 95-ലെ 95-ലൊന്നും എനിക്ക് ഇതിന്റെ ഒന്നും ഒരു അർത്ഥം അറിയില്ല. നമുക്ക് ഇപ്പോഴൊക്കെ അല്ലേ ഇതിന്റെ അർത്ഥം അറിയില്ല. കൈ കടിച്ചു വിട്ടു. ഒരു സംവിധായകൻ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും കൈ കടത്തണമല്ലോ. അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എല്ലാ മേഖലയിലും കൈ കടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സ്വന്തം സിനിമയിൽ എന്തൊക്കെ മേഖലകളിലാണ് കൈ കടത്തിയത്? കോസ്റ്റ്യൂമിൽ കൈ കടത്തിയോ? കാരണം പടം കളർഫുൾ ആണെന്നുണ്ടായിരുന്നു. അപ്പം കോസ്റ്റ്യൂമിൽ കൈ കടത്തുന്ന വെച്ചാൽ നമ്മൾ ഇന്ന കളേഴ്സ്. ഇപ്പം വരലക്ഷ്മിക്ക് സാരി വാങ്ങിക്കാൻ പോകുന്നത് ഞാനും ചേച്ചിയും കൂടാണ്. വരലക്ഷ്മിയുടെ ഓർണമെന്റ്സ് വാങ്ങിക്കാൻ പോകുന്നത് ഞാനും ചേച്ചിയും കൂടാണ്. സമ്പത്തിന്റെ കോസ്റ്റ്യൂംസും നമ്മൾ ഒരുമിച്ച് പോയി വാങ്ങിക്കുന്നത്. ശരി, അല്ലേ വേണ്ട. എന്താ ഒന്നുമില്ല, വെറുതെ ചിരിച്ചു. മനസ്സിലായല്ലേ? മനസ്സിലായി. ശരി, സെലക്ട് ചെയ്യാനൊക്കെ അടിപൊളിയാ. അത്യാവശ്യം നന്നായിട്ട് സെലക്ട് ചെയ്യും. എങ്ങനെ ആൺകുട്ടികളുടെ ഡ്രസ്സാണോ പെൺകുട്ടികളുടെ ഡ്രസ്സാണോ? രണ്ടുപേരും സെലക്ട് ചെയ്യും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ തുണി വാങ്ങിക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ചോണ്ട് പോകും. ആൺകുട്ടികൾക്ക്? ആൺകുട്ടികളും പെൺകുട്ടികളും. പെൺകുട്ടികൾക്ക് ആർക്കാ ഡ്രസ്സ് വാങ്ങിയ? എന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ തുണി വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഗേൾ ഫ്രണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്താ ചിരിക്കണേ? ഇല്ല, വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആരെങ്കിലും കോസ്റ്റ്യൂം കണ്ടിട്ട് വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോ? ഇല്ല, അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് സിനിമ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഇത് നോട്ടീസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫ്ലോയിൽ അങ്ങ് പോകുന്ന ആൾക്കാരാണ് കൂടുതലും. മമ്മൂക്കയുടെ ക്യാരക്ടറിന് ഒരു മാനറിസം ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നടക്കുമ്പോ ഒരു ചാട്ടോ ഒക്കെ ആയിട്ട്, അതൊക്കെ ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു? നമ്മുടെ ഇതിപ്പം നമ്മൾ എഴുതുമ്പോൾ ഇയാൾ ഇളകി നടക്കുന്ന ഒരാളാണ് സക്കറിയ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് പിന്നെ എങ്ങനെ അത് വൃത്തിയാക്കുക എന്നുള്ളത് ഇപ്പൊ എനിക്ക് അത്ര നന്നായിട്ട് അഭിനയിച്ച് കാണിക്കാൻ ചിലപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് പറ്റില്ല. ബാക്കി ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറയാം. മമ്മൂക്കയുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. മമ്മൂക്കയുടെ കയ്യിൽ നിന്നുള്ളതാണ് അതിന്റെ ഒരു ഇളക്കവും അതിന്റെ ഒരു ട്യൂണും ഒക്കെ മമ്മൂക്കയുടെ തന്നെയാണ്. കട്ടി മീശയൊക്കെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. നല്ല മീശ ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. നമ്മൾ എഴുതി വെക്കുന്നത് പോലെ ഒരു സാധനം പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതിന്റെ ബെറ്റർ വേർഷൻസ് ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ടുള്ളൂ. പടത്തിന്റെ ഇടയ്ക്ക് സജഷൻസ് ചെന്ന് പറയാനായിട്ട് മമ്മൂക്കയുടെ അടുത്ത് പറയാനായിട്ട് പേടിയുണ്ടായിരുന്നു എന്നിട്ടുണ്ട്? പേടിയുണ്ട്, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ സ്വീകരിക്കുന്ന ആളാണ് നമുക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ പറയാനുള്ളത് നമ്മൾ പറയും. അത് ഓക്കെ ആണ് എങ്കിൽ നമുക്ക് അത് ചെയ്യും. ഓക്കെ അല്ലെങ്കിൽ അതിന്റെ ഒരു ബെറ്റർ വേർഷൻ നമുക്ക് തരും. അത് നമുക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഇപ്പൊ മമ്മൂക്ക അതിൽ ചെയ്ത ഒരു സീൻ, ഫൈറ്റ് സീൻ കുറച്ച് ഓവറായി പോയി. എങ്ങനെ മമ്മൂക്കയുടെ ചെന്ന് പറയും? ഇല്ല, ഓവർ ആവില്ല. കാരണം ശരി, എന്നാ മമ്മൂക്ക നടക്കുന്ന ഒരു സീൻ ചാട്ടം കുറച്ച് കൂടിപ്പോയി, എങ്ങനെ മമ്മൂക്കയുടെ ചെന്ന് പറയും? ചാട്ടം കൂടില്ല. അതാണ് മമ്മൂട്ടി എന്ന നടന്റെ ഗുണം. ഇപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ട് എവിടെയെങ്കിലും കൂടിപ്പോയെന്ന് തോന്നിയോ? എനിക്ക് തോന്നി. ഏത് ചാട്ടം കൂടിപ്പോയെന്ന് തോന്നിയത്? ഞാൻ വെറുതെ പറഞ്ഞതാ, പക്ഷെ ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറയണം. അല്ല, നമുക്കിപ്പോ അങ്ങനെ ഞാൻ പറയട്ടെ, ചില കാര്യങ്ങൾ അങ്ങനെ ഓവർ ആക്കുന്ന ആൾക്കാരല്ല ഇവരൊന്നും. ഇൻ കേസ് വല്ല മനുഷ്യന്മാരല്ലേ തെറ്റൊക്കെ പറ്റും. ഇൻ കേസ് പറ്റിയ നമ്മൾ അങ്ങനെ പോയി പറയാം, നമുക്ക് അതല്ല നമുക്ക് വേണ്ട, ഇതാ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യും. ഇപ്പൊ ഞാനാണ് മമ്മൂക്ക. അപ്പൊ മമ്മൂക്കയുടെ ചാട്ടം ഇത്തിരി ഓവറായി പോയിന്ന് യൂണിറ്റിലുള്ളവർക്കും തോന്നി, ഇന്നത്തിനും തോന്നി. എങ്ങനെ ചെന്ന് അപ്രോച്ച് ചെയ്യും? ഞാൻ നമുക്കത് ഒന്നുകൂടെ എടുക്കാം എന്ന് പറയും. അപ്പൊ വേണ്ടെന്ന് അങ്ങനെ തീർത്തും പറയില്ല. എന്തിനാ ഒന്നുകൂടെ എടുക്കുന്നത് അങ്ങനെ പറയില്ലോ നമുക്ക്. ശരി, എന്തിനാണ് ഒന്നുകൂടെ എടുക്കുന്നത് ചോദിക്കും. എന്തിനാ ഒന്നുകൂടെ എടുക്കുന്നത്? നന്നായിട്ടല്ലോ, ഒരു ഇച്ചിരി ഒരു ഇതായിട്ട് തോന്നി അതുകൊണ്ടാണ്. നിന്റെ നോട്ടത്തിന്റെ കുഴപ്പമായിരിക്കും. ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ വിടും, അത്ര തന്നെ. അല്ല, ഇങ്ങനെ കുഴപ്പിക്കുന്ന നമുക്ക് ഇങ്ങനെ ഒരിക്കലും നമ്മൾ പറയുന്നിടത്ത് എങ്ങനെ എല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ശാലിനി ഇപ്പൊ അതിലും കുഴപ്പം പിടിച്ച കാര്യങ്ങൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ കൂടുതൽ ചോദിച്ചാൽ ഇവിടെ ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം നിർത്തി. ഒരു സംവിധായകൻ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും കൈ കടത്തണമല്ലോ. അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എല്ലാ മേഖലയിലും കൈ കടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സ്വന്തം സിനിമയിൽ എന്തൊക്കെ മേഖലകളിലാണ് കൈ കടത്തിയത്? കോസ്റ്റ്യൂമിൽ കൈ കടത്തിയോ? കാരണം പടം കളർഫുൾ ആണെന്നുണ്ടായിരുന്നു. അപ്പം കോസ്റ്റ്യൂമിൽ കൈ കടത്തുന്ന വെച്ചാൽ നമ്മൾ ഇന്ന കളേഴ്സ്. ഇപ്പൊ വരലക്ഷ്മിക്ക് സാരി വാങ്ങിക്കാൻ പോകുന്നത് ഞാനും ചേച്ചിയും കൂടാണ്. വരലക്ഷ്മിയുടെ ഓർണമെന്റ്സ് വാങ്ങിക്കാൻ പോകുന്നത് ഞാനും ചേച്ചിയും കൂടാണ്. സമ്പത്തിന്റെ കോസ്റ്റ്യൂംസും നമ്മൾ ഒരുമിച്ച് പോയി വാങ്ങിക്കുന്നത്. ശരി, അല്ലേ വേണ്ട. എന്താ? ഒന്നുമില്ല, വെറുതെ ചിരിച്ചു. മനസ്സിലായല്ലേ? മനസ്സിലായി. ശരി, സെലക്ട് ചെയ്യാനൊക്കെ അടിപൊളിയാ. അത്യാവശ്യം നന്നായിട്ട് സെലക്ട് ചെയ്യും. എങ്ങനെ ആൺകുട്ടികളുടെ ഡ്രസ്സാണോ പെൺകുട്ടികളുടെ ഡ്രസ്സാണോ? രണ്ടുപേരും സെലക്ട് ചെയ്യും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ തുണി വാങ്ങിക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ചോണ്ട് പോകും. ആൺകുട്ടികൾക്ക്? ആൺകുട്ടികളും പെൺകുട്ടികളും. പെൺകുട്ടികൾക്ക് ആർക്കാ ഡ്രസ്സ് വാങ്ങിയ? എന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ തുണി വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഗേൾ ഫ്രണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്താ ചിരിക്കണേ? ഇല്ല, വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആരെങ്കിലും കോസ്റ്റ്യൂം കണ്ടിട്ട് വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോ? ഇല്ല, അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് സിനിമ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഇത് നോട്ടീസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫ്ലോയിൽ അങ്ങ് പോകുന്ന ആൾക്കാരാണ് കൂടുതലും. മമ്മൂക്കയുടെ ക്യാരക്ടറിന് ഒരു മാനറിസം ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നടക്കുമ്പോ
എഴുതുമ്പോ ഒരു ചാട്ടവും ഒക്കെ ആയിട്ട് അതൊക്കെ ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു? ഇതിപ്പം നമ്മൾ എഴുതുമ്പോൾ ഇയാൾ ഇളകി നടക്കുന്ന ഒരാളാണ് സക്കറിയ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് പിന്നെ എങ്ങനെ അത് വൃത്തിയാക്കുക എന്നുള്ളത് ഇപ്പൊ എനിക്ക് അത്ര നന്നായിട്ട് അഭിനയിച്ച് കാണിക്കാൻ ചിലപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് പറ്റില്ല. ബാക്കി ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ വേണം ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറയാം. മമ്മൂക്കയുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. മമ്മൂക്കയുടെ കയ്യിൽ നിന്നുള്ളതാണ് അതിന്റെ ഒരു ഇളക്കവും അതിന്റെ ഒരു ട്യൂണും ഒക്കെ മമ്മൂക്കയുടെ തന്നെയാണ്. കട്ടി മീശയൊക്കെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. നല്ല മീശ ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. നമ്മൾ എഴുതി വെക്കുന്നത് പോലെ ഒരു സാധനം പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതിന്റെ ബെറ്റർ വേർഷൻസ് ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ടുള്ളൂ. പടത്തിന്റെ ഇടയ്ക്ക് സജഷൻസ് ചെന്ന് പറയാനായിട്ട് മമ്മൂക്കയുടെ അടുത്ത് പറയാനായിട്ട് പേടിയുണ്ടായിരുന്നു. പേടിയുണ്ട്, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ സ്വീകരിക്കുന്ന ആളാണ് നമുക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ പറയാനുള്ളത് നമ്മൾ പറയും. അത് ഓക്കെ ആണ് എങ്കിൽ നമുക്ക് അത് ചെയ്യും. ഓക്കെ അല്ലെങ്കിൽ അതിന്റെ ഒരു ബെറ്റർ വേർഷൻ നമുക്ക് തരും. അത് നമുക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഇപ്പൊ മമ്മൂക്ക അതിൽ ചെയ്തൊരു സീൻ, ഫൈറ്റ് സീൻ കുറച്ച് ഓവർ ആയി പോയി, എങ്ങനെ മമ്മൂക്കയുടെ ചെന്ന് പറയും? ഇല്ല, ഓവർ ആവില്ല. കാരണം ശരി, എന്നാ മമ്മൂക്ക നടക്കുന്ന ഒരു സീൻ ചാട്ടം കുറച്ച് കൂടിപ്പോയി, എങ്ങനെ മമ്മൂക്കയുടെ ചെന്ന് പറയും? ചാട്ടം കൂടില്ല. അതാണ് മമ്മൂട്ടി എന്ന നടന്റെ ഗുണം. ഇപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ട് എവിടെയെങ്കിലും കൂടിപ്പോയെന്ന് തോന്നിയത്? എനിക്ക് തോന്നി. ഏത് ചാട്ടം കൂടിപ്പോയെന്ന് തോന്നിയത്? ഞാൻ വെറുതെ പറഞ്ഞതാ, പക്ഷെ ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറയണോ? അല്ല, നമുക്കിപ്പോ അങ്ങനെ ഞാൻ പറയട്ടെ, ചില കാര്യങ്ങൾ അങ്ങനെ ഓവർ ആക്കുന്ന ആൾക്കാരല്ല ഇവരൊന്നും. ഇൻ കേസ് വല്ലൊരു മനുഷ്യന്മാരല്ലേ തെറ്റൊക്കെ പറ്റും. ഇൻ കേസ് പറ്റിയ നമ്മൾ അങ്ങനെ പോയി പറയാം, നമുക്ക് അതല്ല നമുക്ക് വേണ്ട, ഇതാ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യും. ഇപ്പൊ ഞാനാണ് മമ്മൂക്ക, അപ്പൊ മമ്മൂക്കയുടെ ചാട്ടത്തിരി ഓവറായി പോയിന്ന് യൂണിറ്റിലുള്ളവർക്കും തോന്നി, ഇന്നത്തിനും തോന്നി, എങ്ങനെ ചെന്ന് അപ്രോച്ച് ചെയ്യും? ഞാൻ നമുക്കത് ഒന്നുകൂടെ എടുക്കാം എന്ന് പറയും. അപ്പൊ വേണ്ടെന്ന് അങ്ങനെ തീർത്തും പറയില്ല. എന്തിനാ ഒന്നുകൂടെ എടുക്കുന്നത് അങ്ങനെ പറയില്ലോ നമുക്ക്. ശരി, എന്തിനാണ് ഒന്നുകൂടെ എടുക്കുന്നത് ചോദിക്കും. എന്തിനാ ഒന്നുകൂടെ എടുക്കുന്നത്? നന്നായിട്ടല്ലോ, ഒരു ഇച്ചിരി ഒരു ഇതായിട്ട് തോന്നി അതുകൊണ്ടാണ്. നിന്റെ നോട്ടത്തിന്റെ കുഴപ്പമായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ വിടും, അത്ര തന്നെ. അല്ല, ഇങ്ങനെ കുഴപ്പിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരിക്കലും നമ്മൾ പറയുന്നിടത്ത് എങ്ങനെ എല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ശാലിനി ഇപ്പൊ അതിലും കുഴപ്പം പിടിച്ച കാര്യങ്ങൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ കൂടുതൽ ചോദിച്ചു ഇവിടെ ഇറങ്ങി പോകുന്നത്, അതുകൊണ്ട് ഞാൻ ആ ചോദ്യം നിർത്തി. നിതിൻ, ഈ പടത്തില് CI രാജൻ സക്രിയ എന്നൊരു ക്യാരക്ടർ മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നിതിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആരാ? കമല, വരലക്ഷ്മി ചെയ്ത ക്യാരക്ടർ. കമല ഇതിനകത്ത് ഒരു രാജൻ സക്രിയ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം കമലയാണ്. അത് മാത്രമല്ല, കമലിനെ വെച്ചിട്ടാണല്ലോ പടം തുടങ്ങിയതല്ലേ? അവരുടെ ഒരു ബാക്ക് സ്റ്റോറി വെച്ചിട്ടാണ് ഇതിന്റെ ഒരു ത്രെഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ കമലയോട് എനിക്കൊരു വലിയൊരു താല്പര്യമുണ്ട്. എനിക്ക് ആ പേരിനോട് ഒരു താല്പര്യമുണ്ട്. ആരാ കമല എന്നൊരു പേരിട്ട്? അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആ പേരിനോട് എനിക്കൊരു താല്പര്യമുണ്ട്. ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? കഷ്ടം തന്നെ. ചോദിച്ചതല്ല, എന്നൊരു മനുഷ്യ സഹജമായ ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ സിനിമയില് എന്റെ സൗകര്യത്തിന് ഞാൻ ജോലി ചെയ്യുമെന്ന് പല പ്രാവശ്യം ഈ സിനിമയില് രാജൻ സക്രിയ പറയുന്നുണ്ട്. നിതിൻ എങ്ങനെ അങ്ങനെ സൗകര്യത്തിന് ജോലി ചെയ്യുന്ന ഒരാളാണ്? അല്ലല്ല, ഞാൻ അങ്ങനെ എന്റെ സൗകര്യത്തിന് മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാരല്ല. നമ്മൾ ചെയ്യുന്ന ഒരു ജോലി എല്ലാവരും എഫക്ട് ചെയ്യും, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും എഫക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ സൗകര്യത്തിന് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും ഒക്കെ സിനിമ സംവിധാനത്തിലോട്ട് തിരിഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ? ആരും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. എന്താ നിതിൻ പഠിച്ചത്? ഞാൻ BA എക്കണോമിക്സ് പഠിച്ചു. ഞാൻ പിന്നെ MBA ചെയ്തു. MBA എന്തെല്ലാം ചെയ്തേ? MBA പ്രോജക്ട് മാനേജ്മെന്റ്. വിദേശത്ത്. അപ്പോ സിനിമയിൽ കയറാനായിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ? ആവശ്യമില്ല. +2 കഴിഞ്ഞപ്പോൾ നമ്മൾ സിനിമ എന്നുള്ള കാര്യം മനസ്സിൽ ഫിക്സ് ചെയ്തു. ഡിഗ്രിയിലെ സമയത്തൊക്കെ അതായിരുന്നു. പക്ഷെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണം. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഇവിടെ സക്സസ്ഫുൾ ആവുമോ, സക്സസ്ഫുൾ ആയാൽ തന്നെ നമുക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അപ്പം ഒരു ബേസിക്, ഇനിയിപ്പം എന്തെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിക്കാനുള്ള വക ഉണ്ടാക്കാനുള്ള ഒരു സാധനം വേണം. 28 വയസ്സല്ലോ. അതെ, അപ്പൊ അങ്ങനെയാണ് എഡ്യൂക്കേഷൻ പരിപാടി. സിനിമാ സംവിധാനം എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ വേറെ ഏതായിരുന്നു? ഒരു 10th വരെ ഒരു വേറെ ഓപ്ഷൻ, എനിക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമി ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ ഓപ്ഷൻസിനെ പറ്റി ചിന്തിച്ചില്ല. സിനിമയും പട്ടാളവും മാറ്റിയിട്ട് സിനിമയിലെ സംവിധാനം മാത്രമല്ലോ മേഖല. അല്ല, ഞാൻ റൈറ്ററായിട്ട് തുടർന്നതാണ്. ആരും ചോദിച്ചിട്ടൊന്നുമില്ല അഭിനയിച്ചൂടെ? കാണാൻ സുന്ദരനാണല്ലോ. ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ തുറന്ന് സമ്മതിക്കാൻ എന്തോ വിനയം സമ്മതിക്കുന്നില്ല. നമുക്കങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരാ പറഞ്ഞിരിക്കണേ കാണാൻ സുന്ദരനാന്ന്? കാണാൻ സുന്ദരനാന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതെന്താ കുഴപ്പിക്കുന്ന ചോദ്യം? അല്ല, കാണാൻ സുന്ദരനായിട്ട് കുറെ പേരൊക്കെ ചിലപ്പോൾ നമ്മളൊരു ഇഷ്ടം കൊണ്ട് പറയുന്നതായിരിക്കും. അല്ല, നമുക്കൊരു മോശം തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. താങ്ക്സ് പോലും പറഞ്ഞില്ലേ? അതെ, എന്ത് ജെന്യൂനായിട്ട് പറഞ്ഞാണെന്ന് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു കേട്ടിട്ട് കളിയാക്കാൻ തോന്നി. അപ്പൊ താങ്ക് യു. സുന്ദരനാണ് കാണാനായിട്ട്. താങ്ക് യു. എന്താ സിനിമയിൽ അഭിനയിക്കാത്ത? ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കസബയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ മാനത്തെ കൊട്ടാരത്തിൽ ഒരു കുഞ്ഞു വേഷം ചെയ്തിട്ടുണ്ട്, പഴയ പടത്തില്. എന്താ റോള്? ഞാനൊരു അവിടെ ഖുഷ്ബു സുരേഷ് ഗോപി രണ്ടുപേരും ഒരു വെഡിങ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ പാട്ടിന് ഇങ്ങനെ ഖുഷ്ബുവിന് ബൊക്കെ കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൽ തപ്പണം. എന്നിട്ട് എന്ത് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ലായിരുന്നോ? അല്ല, സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ എനിക്ക്
എനിക്ക് തോന്നുന്നില്ല അത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. കാരണം നമുക്കിത് അറിയാവുന്നതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾക്ക് അഭിനയിച്ച് കളയാൻ തോന്നിയേക്കാം. പക്ഷേ എനിക്കൊന്നാമത് ഞാനൊരു കുറച്ച് ഇൻട്രോവേർട്ടാണ്. എനിക്കങ്ങനെ ഒരു ക്യാമറ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും, ഫ്രീ ആവില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ഇൻഹിബിഷൻ കിടക്കും, അത് ഫേസിൽ കാണും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നിതിൻ തന്നെ പറഞ്ഞു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഇടയ്ക്ക് അഭിനയിച്ചൊക്കെ കാണിച്ചു കൊടുക്കുന്നു. കാണിച്ചു കൊടുക്കും. അഭിനയിക്കാൻ അറിയുന്നതുകൊണ്ടല്ലേ? അത് നമ്മൾ അവരെയല്ലേ കാണിച്ചു കൊടുക്കും. നമ്മൾ ക്യാമറയുടെ മുന്നിൽ വെച്ച് അഭിനയിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് 1000 പേര് കാണില്ലല്ലോ. ഇത് നമ്മൾ അവരെ ആർട്ടിസ്റ്റിനെ കൺവേ ചെയ്യാൻ വേണ്ടി മാത്രം കാണിക്കുന്നില്ല. അപ്പൊ ഒരിക്കലും സിനിമ വരില്ല. അതൊന്നും അറിഞ്ഞൂടാ. ഞാനിപ്പോ മമ്മൂക്കെ വെച്ചിട്ട് ആദ്യ സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരു 5 കൊല്ലൊന്നും വിചാരിച്ചല്ല. ഇപ്പൊ പറയാൻ പറ്റും ഒരിക്കലും സിനിമയിൽ അഭിനയിക്കില്ല. അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. മലയാള സിനിമയിൽ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണാൻ സുന്ദരനാണ്, അതുകൊണ്ട് സിനിമയിൽ വന്നൂടെയെന്ന്? മലയാള സിനിമയിൽ അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തിനാ നോണ പറയണേ? അല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെന്നാ ചിരിയിലുണ്ട്. അല്ല, അങ്ങനെ ആരും അങ്ങനെ സീരിയസ് ആയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതാ തമാശക്കാരാ പറഞ്ഞേക്കണേ. തമാശക്കൊക്കെ ഒരുപാട് പേര് പറയാം, എന്താണ് ചുമ്മാ അഭിനയിക്കടാന്നൊക്കെ പറയും. ആരും പേരൊന്നും പറയേണ്ട കാര്യമില്ല. ഡോക്ടർ പശുപതി 1990 രഞ്ജി പണിക്കർ എഴുതിയ സിനിമയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫിലിം ജേർണി നോക്കുകയാണെങ്കിലും കോമഡിയിൽ നിന്ന് തുടങ്ങി പിന്നീടാണ് സംഘടന, മിഡി, അടി, മാഫിയ, ഡയലോഗ് ഇങ്ങനെയൊക്കെ പോയത്. പക്ഷെ അദ്ദേഹത്തിന്റെ മകന്റെ കാര്യത്തില്, നിതിൻ രഞ്ജി പണിക്കരുടെ കാര്യത്തില് നേരെ തിരിച്ചാണ്. ഇനി എങ്ങനെ അടുത്ത കോമഡിയിലേക്ക് പോവോ? എനിക്ക് ഒന്നെങ്കിൽ ഒരു ആക്ഷൻ മൂഡുള്ള സിനിമ ചെയ്യാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ തീർത്തും ഓഫ് ബീറ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ഇഷ്ടം. പ്രണയം ചെയ്യാനൊന്നും ഇഷ്ടമല്ല? ഇഷ്ടമാണ്. ഇപ്പൊ ഈ കസബയ്ക്കകത്ത് പ്രണയം ഉണ്ടല്ലോ, നമ്പിയാരും കമലയും തമ്മിലുള്ള പ്രണയം കസബയില്. ശരി, എന്നാ ചോദിക്കട്ടെ, ഈ സിനിമയില് പാട്ടുകളുടെ ഒരു വലിയ അഭാവമുണ്ട്, എക്സെപ്റ്റ് ഒരു പാട്ട്. എന്തേ പാട്ട് വേണ്ടാന്ന് വെക്കാൻ കാര്യം? പാട്ടിന് സ്പേസ് ഇല്ലായിരുന്നു സിനിമയിൽ. അഥവാ ഒരു ലവ് സോങ് ഉണ്ടായിരുന്നെങ്കിൽ ആരെ വെച്ച് ചെയ്തതെന്ന്? അങ്ങനെ ലവ് സോങ്ങിന് സ്പേസേ ഇല്ല അവിടെ. എന്ത് ചെയ്യാൻ പറ്റും? ആ തിരക്കഥ അത് ആവശ്യപ്പെടുന്നില്ല. പ്രണയം ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ലവ് സോങ് വെക്കണോണ്ട് എന്താ കുഴപ്പം? ശാലിനിക്ക് പ്രണയം ഉണ്ടോ? എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഉണ്ടോ ഞാൻ ചോദിച്ചാ. ഇല്ല. നമുക്ക് പ്രണയമുള്ള എല്ലാവർക്കും പാട്ടുണ്ടാവണമെന്നുണ്ടോ? നമുക്ക് അങ്ങനെ പാട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ പ്രണയമുള്ള എല്ലാവരും എത്ര പേരാണ് പാട്ടുള്ളത്? നിതിന്റെ പ്രണയത്തില് പാട്ടില്ല, ഒരു പാട്ടുമില്ല. അതാണ് കാര്യം. അത് പറ. എന്നാ ഞാൻ ചോദ്യം പിൻവലിച്ചു. അല്ല, എനിക്ക് അങ്ങനെ ലവ് സോങ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ ഈ സിനിമയ്ക്കകത്ത് അതിന്റെ ഒരു സ്പേസ് ഇല്ലായിരുന്നു. ശരി, എന്നാ അത് വിട്. മമ്മൂക്കനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാൻ കാണിച്ച ചങ്കൂറ്റം അത് ജസ്റ്റ് ഒരു ഓളമല്ലേ. എന്നാലും അത് ആരും ശ്രദ്ധിച്ച പോലും ഇല്ല, ആരും പറഞ്ഞത് പോലും ഇല്ല. ഇങ്ങനെ ഇപ്പൊ എടുത്ത് പറഞ്ഞൊരു കുറവായിരിക്കും, പക്ഷെ തിയേറ്ററിൽ അതിന്റെ ഓളം ഉണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക ഓക്കെ ആയിരുന്നു. മമ്മൂക്ക അതിനൊക്കെ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അറിയാം, ആ സീൻ വായിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയാതെ തന്നെ, കാരണം എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തോ എന്താ ചെയ്യേണ്ടതെന്നാണ്? അതൊന്നും കാണിച്ചു കൊടുത്തില്ല. ഞാൻ ഡാൻസ് ചെയ്തതൊക്കെ വളരെ ബോറായിരിക്കും. മമ്മൂക്കിട്ട സ്റ്റെപ്പ് തന്നെയാ? മമ്മൂക്കൊക്കെ ഇട്ട സ്റ്റെപ്പ് തന്നെ ആണ്. നിതിൻ എല്ലാത്തിനും ബോറാന്ന് പറഞ്ഞു. അപ്പൊ നിതിൻ എന്തിനാ ഇപ്പൊ കിടലനായിട്ടിരിക്കണേ? എനിക്കറിഞ്ഞൂടാ. സംവിധാനാണ് ഇതൊക്കെ ഒന്നിലും കിടലിനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒന്നിലും കിടലില്ല. നമ്മളെല്ലാത്തിലും ഒരു എല്ലാ ബിഗിനറല്ലേ. എന്നാലും സ്വയം കുറച്ചെങ്കിലും ബെസ്റ്റ് ആണെന്ന് തോന്നുന്നത്. പ്രൊഫഷണൽ വൈസിൽ ഞാൻ അങ്ങനെ ഒന്നിലും ബെസ്റ്റ് ഒന്നുമില്ല. ഞാനൊക്കെ എന്റെ ഫസ്റ്റ് ഫിലിമാണ്, അതിനകത്ത് പോരായ്മകളുണ്ട് നമുക്കറിയാം. അങ്ങനെ ബെസ്റ്റ് ആയിട്ട് അങ്ങനെ എവിടെയും തോന്നിയിട്ടൊന്നുമില്ല. ഓക്കെ ആണ്, ഒരു ആവറേജ് ആണ്. എത്ര മാർക്ക് കൊടുക്കാം? 10 ഒരു 5 മാർക്ക് കൊടുക്കാം. അശ്ശോ, കുറച്ചുകൂടി കൊടുത്തോ? ഞാനൊന്നും പറയില്ല. ഒരു 8 കൊടുത്താൽ സന്തോഷമാണ്. കുഴപ്പമൊന്നുമില്ല. എനിക്ക് കേൾക്കാൻ സുഖമാണ്, പക്ഷെ ഞാൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. ശരി, കസബ കണ്ടിട്ട് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കോംപ്ലിമെന്റ് ആയിരുന്നു? എനിക്ക് ഷാജിമാമൻ വിളിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ഷാജി കൈലാസ് ഗുരു പുള്ളിക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വേറെ. അങ്ങനെ ഷാജിമാമന്റെ അടുത്തുനിന്ന് ഒരു അഭിപ്രായം കേൾക്കുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക്, പക്ഷെ ഞാൻ പഠിച്ചത് അവിടെ നിന്നായതുകൊണ്ട് പുള്ളി അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. എനിക്ക് ഡയറക്ഷനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ, എന്നാലും ഈ ചെയ്തത് കംപ്ലീറ്റ് ഷാജി കൈലാസ് സ്കൂളിൽ നിന്നാണോ? അല്ല, ഷാജി കൈലാസിന്റെ ഒരു മേക്കിംഗ് ഈ സിനിമയ്ക്കകത്ത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അത്രയും ഷോട്ടുകൾ വെക്കോ, അത്രയും മൂവ്മെന്റ്സോ, അല്ലെങ്കിൽ അത്ര അങ്ങനത്തെ ഫാസ്റ്റ് കട്ടോ ഒന്നുമില്ല നമ്മൾ. പക്ഷെ ഇതൊക്കെ എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നത് നമ്മൾ അവിടെ പഠിച്ചുകൊണ്ടാണ്. അവിടെ പഠിച്ചതാണ് ഇതിന്റെയൊക്കെ ബേസ്. അവിടെ പഠിച്ചത് തന്നെ ചെയ്യണമെന്നില്ല. അവിടെ ഇപ്പോൾ ചുമന്ന മഷി കൊണ്ട് വരച്ചാൽ നമ്മൾ വരയ്ക്കാൻ പഠിക്കും, പക്ഷെ ചുമന്ന മഷി കൊണ്ട് വരയ്ക്കണമെന്നില്ല, നമുക്ക് പച്ച മഷി കൊണ്ട് വരയ്ക്കാം. അങ്ങനത്തെ ഒരു വ്യത്യാസമുള്ളൂ. ഞാൻ 5 വാക്ക് പറയും, അതിൽ ഓരോ വാക്കും പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരാളുടെ മുഖമായിരിക്കും ഓർമ്മ വരിക, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എന്താണെന്ന് അധികം ആലോചിക്കാണ്ട് പറയണം. ഉടായ്പ നടത്തരുത് ഇത്തവണയെങ്കിലും. ഇല്ല, ഞാൻ എവിടെ ഉടായ്പ കാണിച്ചില്ല. അയ്യടാ, ഇത് മൊത്തം ഉടായ്പ. ഫസ്റ്റ് വൺ, മെയിൽ ഷോവിനിസം. അച്ഛൻ അത്യാവശ്യം മെയിൽ ഷോവിനിസ്റ്റിക്കാണ്. മോനോ? ഞാനും അതെ, ഒരു പരിധി വരെ. പക്ഷെ മെയിൽ ഷോവിനിസം ഉള്ളതുകൊണ്ടൊരു സ്ത്രീകളെ ഡിഗ്രേഡ് ചെയ്ത് കാണുക എന്നുള്ളതല്ല, പക്ഷെ മെയിൽ ഷോവിനിസം എനിക്ക് ഇഷ്ടമാണ്. എനിക്കത് അറ്റ്ലീസ്റ്റ് സിനിമയിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഹീറോയിസം ആണ്. അതെ. ക്ലീഷേ ഫൈറ്റ് കസബയിലുണ്ടല്ലോ. ഉണ്ട്, ക്ലീഷയാണ്. ഫൈറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ സിനിമയിൽ കാണുന്ന ഫൈറ്റ് ഒരു ക്ലീഷേഡ് ഫൈറ്റ് ആണ്. അത് പക്ഷേ സിനിമയ്ക്ക് ആവശ്യമാണ്. കസബയിൽ ഒരു ക്ലീഷേ ഫൈറ്റ് സീൻ എന്താ? ഫൈറ്റ് എല്ലാം ക്ലീഷയാണ്. കസബയിലായാലും ശരി, ഏത് കമേഴ്ഷ്യൽ ഫിലിമിലായാലും ഫൈറ്റ് എന്ന് പറയുന്നത് അതിനുവേണ്ടി ഒരു സന്നാഹം ഒരുക്കുക എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു ക്ലിഷയുണ്ട്. എനിക്ക് തോന്നി പറയട്ടെ, മമ്മൂക്കയുടെ കണ്ണിന്റെ നേർക്ക് ഒരു അതെ ഗ്ലാസ് പീസ് വരില്ലേ? ആ ഒരൊറ്റ ഷോട്ടേ തോന്നിയുള്ളൂ. ആ ഒറ്റ ഷോട്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിഷയാണ്, അല്ലെങ്കിൽ പിന്നെ അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും. അടുത്തത് ജാഡ. ജാഡ എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. ആരുടെ മുഖം ഓർമ്മ വന്നില്ലേ? ആരുടെ മുഖം ഓർമ്മ വരുന്നില്ല ജാഡ എന്ന് പറയുമ്പോൾ. ഇതുവരെ ആരും ജാഡയോട് പെരുമാറിയിട്ടില്ല. അങ്ങനെ പെരുമാറുന്ന ആൾക്കാർക്ക് നമ്മൾ മുഖം കൊടുക്കാറില്ല. അത് നമ്മുടെ ഒരു ജാഡയുടെ ഭാഗമായിട്ട്.
നമ്മൾ അത്യാവശ്യം അങ്ങനെ പെരുമാറുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ജാട കാണിക്കാറുണ്ട്. നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യാത്തടുത്ത് നമ്മൾ തീരെ മൈൻഡ് ചെയ്യില്ല. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ജാടയുണ്ട്. ഒരു ജാട ഉള്ള ഒരാൾ ആണെന്ന് തോന്നി നമ്മൾ അവരുടെ അടുത്ത് അതിനപ്പുറത്ത് ജാട കാണിക്കും. അത്ര തന്നെ. 4ാമത്തത് സെൻസ്, സെൻസിബിലിറ്റി, സെൻസിറ്റിവിറ്റി. ഈ 3 വാക്ക് ഒരുമിച്ച് കേൾക്കുമ്പോ എന്താ ഓർമ്മ വരാം? കിങ്. ഒരു നടനെ ഒന്നും ഓർമ്മ വരില്ല. മമ്മൂക്ക. അച്ഛനെ ഓർമ്മ വരില്ല. മമ്മൂക്കയാണ് ആദ്യം ഓർമ്മ വരുന്നത്. ഡയലോഗ് കേൾക്കുമ്പോഴോ? ഡയലോഗ് കേൾക്കുമ്പോൾ അച്ഛനെ ഓർമ്മ വരും, രഞ്ജിത്തങ്ങളിനെ ഓർമ്മ വരും. പിന്നെ ഡയലോഗ് എന്ന് പറയുമ്പോൾ ഷേക്സ്പിയർ ഓർമ്മ വരും. ആദ്യം ആരും ഓർമ്മ വരണമെന്ന് ചോദിക്കുമ്പോ ഡയലോഗ് ഇപ്പൊ എന്റെ കുട്ടിക്കാലത്തിൽ ഞാൻ ഡയലോഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന അച്ഛനെ. കാരണം സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യം ഡയലോഗ് എന്നുള്ള വാക്ക് നമുക്ക് ഫെമിലിയർ ആവും. സിനിമ കാണുമ്പോൾ ഡയലോഗ്. അപ്പൊ അച്ഛന്റെ സിനിമകളായിരുന്നു ഒരുപാട് കണ്ടിരുന്നത്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, രഞ്ജി പണിക്കർ എന്ന് പറയുമ്പോൾ ഡയലോഗ് എന്ന വാക്ക് ആദ്യം രജിസ്റ്റർ ആകുന്ന അങ്ങനെ സിനിമയിൽ ടൈറ്റിലും കണ്ടിട്ടാണ്. അപ്പൊ ഡയലോഗ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അച്ഛനെ ഓർമ്മ വരുന്നത്. ചുരുക്കത്തിൽ അച്ഛൻ തന്നെയാണ് മനസ്സിൽ. തീർച്ചയായിട്ടും അച്ഛന്റെ മോനാണല്ലോ. അച്ഛന്റെ മോനാണല്ലോ. നിങ്ങളുടെ കുടുംബത്തിൽ പോലീസുകാരും എല്ലാവരും ഉണ്ടോ? കുടുംബത്തിൽ പോലീസുകാരൊന്നുമില്ല, പക്ഷേ പോലീസുകാരെ ഇഷ്ടമാണ്. എന്തേ അച്ഛനായാലും മോനായാലും ഈ പോലീസുകാരെ കുറിച്ച് എഴുതുമ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ശക്തി വരുന്നത്? അറിഞ്ഞൂടാ എന്താണ് പോലീസുകാരെ. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കാക്കി ഇഷ്ടമാണ്, ബൂട്ട്സ് ഇഷ്ടമാണ്. പിന്നെ പോലീസ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. രഞ്ജി പണിക്കറിന്റെ മോന്റെ ആദ്യത്തെ പടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും വിചാരിക്കും അല്ലേ ഇതിൽ എന്തായാലും രഞ്ജി പണിക്കർക്ക് റോൾ ഉണ്ടാവുന്ന. എന്താ കൊടുക്കാഞ്ഞ്? അച്ഛന്റെ അഭിനയം തീരെ പോരാന്നുള്ളതുകൊണ്ടാണോ? അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ അച്ഛന് പറ്റിയ റോൾ ഇല്ലായിരുന്നു ആ സിനിമയിൽ. അച്ഛന്റെ അഭിനയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കൊടുക്കില്ല. കാരണം അങ്ങനെ അച്ഛന്റെ ഒരു പ്രസൻസ് ലൊക്കേഷനിൽ ഉണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷനാണ്. അതാണ് ഒരു റീസൺ. പിന്നെ അച്ഛന്റെ വായിലിരിക്കണ കേൾക്കണം. ചീത്ത വിളിക്കും. അച്ഛന് നല്ല പേടിയുണ്ടല്ലേ? അച്ഛനെ പേടിയുണ്ട്. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ അച്ഛൻ അങ്ങനെ ചീത്ത വിളിക്കുകയോ അടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് ഒരു പേടി. കാരണം എന്തെങ്കിലും ചീത്ത വിളിച്ചാൽ ഭയങ്കര ചീത്തയാണെന്ന് അറിയാം. പക്ഷെ ഞാൻ എന്ത് പറയുമ്പോഴും അച്ഛൻ 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 എന്ന് പറഞ്ഞിട്ട് അവസാനം വന്ന് നിൽക്കണേ. അതുകൊണ്ട് തന്നെ അച്ഛനെ കുറിച്ച് ചോദിക്കട്ടെ. രഞ്ജി പണിക്കർ ചെയ്ത ക്യാരക്ടേഴ്സില് ജീവിതത്തിൽ എങ്ങനെയാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി? പ്രേമത്തിലെ ജോർജിന്റെ അച്ഛനാണോ, ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ ജെറിയുടെ അച്ഛനാണോ? ഈ രണ്ടച്ഛന്മാരെക്കാട്ടിലും ബെറ്റർ ആണ്. ആണോ? നിതിന്റെ പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോ എന്തായിരുന്നു? അച്ഛനോട് പറഞ്ഞപ്പോ എന്താണ് എല്ലാ ചോദ്യം അവസാനം അതിലേക്ക് പോകുന്നത്? അയ്യോ അത് സ്വാഭാവിക പരിണാമം എന്ന് പറയും. ആ പരിണാമം എന്തായാലും കാര്യമില്ല. അച്ഛൻ ഈ 2 സിനിമകളെക്കാട്ടിലും നല്ല അച്ഛനാണ്. തല്ലുണ്ടാക്കിയിട്ടുണ്ടോ കോളേജില്? പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടോ സോൾവ് ചെയ്യാൻ? അച്ഛൻ വരണ്ട വന്നില്ല, അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്റെ മോനാ. അങ്ങനെയല്ല, ഞാൻ കോളേജിലല്ല, ഞാൻ കോളേജിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അടിയൊക്കെ ഉണ്ട്. കോളേജിന്റെ സമയത്ത് എല്ലാ ദിവസവും ആഴ്ച 1-2 അടി ഉണ്ടാവുമായിരുന്നു എപ്പോഴും. ചെങ്ങന്നൂർ ഭാഗത്ത് ചെങ്ങന്നൂർ സ്കൂളല്ലേ, ഞാൻ കോളേജ് മദ്രാസിലായിരുന്നു. അപ്പൊ അവിടെ അങ്ങനെ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ കോളേജിന്റെ ഒരു സമയത്തുള്ള അടി അത്ര തന്നെ. അച്ഛൻ അങ്ങനെ തന്നെ കണ്ടിരിക്കണേ. അത്രേ ഉള്ളൂ. അച്ഛന്റെ സ്ക്രിപ്റ്റില് ഞാൻ എഴുതിയത് കുറച്ചുകൂടി നന്നായെന്ന് തോന്നുമല്ലോ ചില സ്ക്രിപ്റ്റ്? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇത്തിരി മോശമെന്ന് സ്വയം തോന്നിയത് ഏതാ? എനിക്ക് അച്ഛന്റെ സ്ക്രിപ്റ്റില് അത്ര ഇഷ്ടപ്പെടാനൊരു കിങ് ആൻഡ് കമ്മീഷണൽ ചില ഏരിയയിൽ എനിക്ക് അങ്ങനെ വലിയൊരു ഇഷ്ടം ആ സിനിമയോട് തോന്നിയിട്ടില്ല. അച്ഛന്റെ പടം ആണ് വരുന്നെങ്കിൽ എത്ര പ്രാവശ്യം പോയി കാണും തിയേറ്ററിൽ? നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ തുടങ്ങുന്നത് നമ്മളൊരു ടീനേജിന്റെ അവസാന ഘട്ടത്തൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഇപ്പോൾ 2000 ശേഷം അച്ഛൻ അധികം സിനിമകൾ ചെയ്തിട്ടില്ല. അച്ഛനൊരു 4-5 സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് പോയി കാണുമെന്നല്ലാതെ ഇപ്പൊ കിങ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ എപ്പോഴും പോയി കണ്ടേനെ. അങ്ങനെ അച്ഛന്റെ സിനിമ 1-2 തവണയൊക്കെ കാണും. അച്ഛൻ എഴുതിയ പോലീസ് വേഷങ്ങളിൽ നിത്തിന്റെ ഫേവറേറ്റ്? അച്ഛന്റെ സിനിമയിൽ 2 സിനിമയിലെ പോലീസ് കഥാപാത്രങ്ങളുള്ളൂ സെൻട്രൽ ക്യാരക്ടർ. ഒന്ന് കമ്മീഷണറിലെ ഭരചന്ദ്രനും രൗദ്രത്തിലെ നരേന്ദ്രനും. എനിക്ക് കമ്മീഷണറിലെ ഭരചന്ദ്രനെയാണ് കൂടുതൽ ഇഷ്ടം. അച്ഛൻ ആസ് എൻ ആക്ടർ ആണോ അതോ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ആണോ കൂടുതൽ ഇഷ്ടം? ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ. 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 10-ൽ ഞാൻ 9 മാർക്ക് കൊടുക്കും. ആക്ടറിനോ? ആക്ടറിന് ഞാൻ എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് അച്ഛൻ അഭിനയിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വളരെ ചുരുക്കേ തോന്നിയിട്ടുള്ള വേറൊരാളാണെന്ന് എനിക്ക് എപ്പോഴും അച്ഛനെ ഫീൽ ചെയ്യാൻ പറ്റും. എനിക്ക് ഞാൻ എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛന്റെ പെർഫോമൻസ് ഇഷ്ടമായിരുന്നു, അനാർക്കലിയിൽ ഇഷ്ടമായിരുന്നു, ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ ഇഷ്ടം. ഇത് 3 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൂ. ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. അല്ല, നിങ്ങൾ ചോദിച്ചതിനുള്ള വേറൊരു തരത്തിലുള്ള ഉത്തരവാണ്. അങ്ങനെ മാർക്ക് കൊടുക്കാൻ ഞാൻ ആരാണ്? അങ്ങനെ മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ആസ് എൻ ആക്ടർ 10-ൽ എത്ര മാർക്ക് കൊടുക്കും? ഞാൻ അങ്ങനെ മാർക്ക് ഇടാൻ മാത്രമായിട്ടില്ല ശാലിനി. ഇവിടുന്ന് പോണോ? അവിടെ തന്നെ ഇരുന്നാ മതിയോ? ഞാൻ ആസ് എൻ ആക്ടർ അച്ഛൻ ഇപ്പൊ ഞാൻ ഈ 3 സിനിമകളെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ 3 സിനിമകൾ കൺസിഡർ ചെയ്യാൻ ഞാനൊരു 6.5 ഒക്കെ കൊടുക്കും. ആദ്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, വെറുതെ തന്നെ കൊണ്ട് വടിയെടുപ്പിക്കും. മീശയുള്ള അച്ഛനാണോ മീശയില്ലാത്ത അച്ഛനാണോ ഇഷ്ടം? മീശയും താടിയുള്ള അച്ഛനാണ് ഇഷ്ടം. ആണോ? ഇപ്പൊ എന്താ അച്ഛന് മീശയില്ല അല്ലേ? ഇല്ല, ഇപ്പം എല്ലാ സിനിമ ഉള്ളതുകൊണ്ട് അഭിനയിക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെ താടിയും മീശ അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. അച്ഛനാണോ മോനാണോ കൂടുതൽ സൗന്ദര്യം? അച്ഛനാണ് എന്ന് മോൻ പറയുന്നു. എല്ലാരും പറയുന്നു. ഫേസ്ബുക്കിൽ എന്താ പേജ് ഒന്നും തുടങ്ങാത്ത? ഇനിയിപ്പോ സെലിബ്രിറ്റി ഒക്കെ ആയല്ലോ. അങ്ങനെ ഫേസ്ബുക്കിൽ പേജ് തുടങ്ങിയാൽ അത് ഒരുപാട് ലൈക്ക് ചെയ്യാൻ മാത്രം ആൾക്കാരുണ്ടെന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഫേസ്ബുക്ക് എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രൈവറ്റ് ഒരു പേഴ്സണൽ പരിപാടിയാണ്. എനിക്ക് ഫ്രണ്ട്സ് ഉള്ളതൊക്കെ എനിക്ക് നേരിട്ട് പരിചയമുള്ള എൻ്റെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ അല്ലാതെ അടുപ്പമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. സ്വന്തം ക്യാരക്ടർ വെച്ചിട്ട് അപ്പന ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാനായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആവുക? പ്രണയമായിരിക്കും, കോമഡി? ഞാനല്ല, എന്റെ ക്യാരക്ടർ വൈസ് ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന ആളാണ്. പ്രണയമാണെങ്കിലും അല്ലാതെ വഴക്കിടാനാണെങ്കിലും ചീത്ത
വിളിക്കാനാണെങ്കിലും ഒക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ നമുക്ക് അങ്ങനെ സിനിമയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ നമ്മുടെ ക്യാരക്ടർ അത്ര തന്നെ. ഇപ്പൊ മണിരത്നം വിളിക്കണേ പോവോ? മണിരത്നം വിളിക്കുകയാണെങ്കിൽ ഞാൻ പോകും. ഞാൻ അസിസ്റ്റന്റ് ആവാൻ പോകും. അശ്ശേ, ഞാൻ അഭിനയിക്കുന്ന കാര്യമല്ലേ ചോദിച്ചേ. അഭിനയിക്കാൻ മണിരത്നാണെങ്കിൽ ചിലപ്പം അങ്ങനെയൊന്നും വിളിക്കുന്നില്ല, എനിക്ക് പറ്റില്ല. ഞാൻ ചോദിക്കും സാർ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വരാമെന്ന് പറയും, അത്ര തന്നെ. ഇനി നമുക്കൊരു 2-3 വർഷമൊക്കെ കഴിഞ്ഞ് കാണാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ ഒന്നുകൂടി കേൾപ്പിക്കും. അന്നേരം ജവ പറയരുത്. ഈ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് കുറെ പ്രാവശ്യം ഫോൺ ഇങ്ങനെ ബ്ലിങ്ക് ഉണ്ടായിരുന്നു. ഗേൾഫ്രണ്ടിന്റെ ഫോൺ എടുത്തോട്ടോ. നോക്കിക്കോളൂ, ആരെ വിളിച്ചെന്ന് നോക്കിക്കോളൂ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഇവിടെ തല്ല് വീഴും. അതുകൊണ്ട് ഇവിടെ നിർത്താണ് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ്. സോ അടുത്ത ആഴ്ച